ഷലോം, ഞാൻ റീന ഫ്രാൻസിസ് യെരൂശലേമിൽ നിന്നും. സഹോദരങ്ങളെ, എല്ലാവരും സുഖമായിരിക്കുന്നു? ദൈവകൃപയാൽ ഞാനും സുഖമായിരിക്കുന്നു. ഞാൻ വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുമായി സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ട് ഈ ലൈവ് ചെയ്യുന്നത് തന്നെ. നമ്മുടെ സമൂഹത്തിൽ ഉത്തരവാദിത്വത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നവരുടെ എണ്ണം വളരെ ചുരുക്കമാണ്. പലരും പല വിഷയങ്ങളിലും കൈവയ്ക്കാറില്ല. പലരും അവരുടേതായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചും അവരുടേതായ വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങിയും ജീവിക്കുന്നവരാണ്. പൊതുസമൂഹത്തിന് നന്മയോ ദോഷമോ എന്ത് തന്നെ സംഭവിച്ചാലും അത് ഞാനുമായി ബാധിക്കുന്ന ഒന്നല്ല എന്ന് ചിന്തിച്ചു പോകുന്ന മനുഷ്യരാണ് സ്വാഭാവികമായും നമ്മുടെ ചുറ്റുപാടുമുള്ളത് തന്നെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ സത്യത്തിൽ ഇത് സംസാരിക്കുന്നതും ഒക്കെ എനിക്കൊരു ദൗത്യമുണ്ട്. എന്നെ ദൈവം ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമുണ്ട്. അതിൽ നിന്നും അണുവിട വിട്ടുമാറാതെ ആ കാര്യം ഭംഗിയായി അവതരിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പലപ്പോഴും ഞാൻ ദൈവവചനവുമായി സംസാരിക്കുന്ന വ്യക്തിയാണ്. ദൈവവചനവുമായി നിങ്ങളുമായി കാര്യങ്ങൾ പറഞ്ഞു തരുന്നൊരു വ്യക്തിയാണ്. ആ നിലയ്ക്ക് പലപ്പോഴും നിങ്ങൾക്ക് നീരസം ഉണ്ടാകുന്നത് എൻ്റെ പ്രതികരണങ്ങൾ കണ്ടുകൊണ്ടായിരിക്കാം. കാരണം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങളെ പഠിപ്പിച്ചു വെച്ചതും നിങ്ങളെ മനസ്സിലാക്കി തന്നതുമായത് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആകാവൂ, ഇങ്ങനെയൊക്കെ സംസാരിക്കാവൂ, ഇങ്ങനെയൊക്കെ പറയാവൂ. ഇങ്ങനെ അതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ, തിരിച്ചു പ്രതികരിച്ചു കഴിഞ്ഞാൽ ദൈവം ശിക്ഷിക്കും, ദൈവം അടിക്കും, ദൈവം നരകത്തിൽ കൊണ്ടുപോകും, വലിയൊരു പാപിയാണ് എന്നുള്ളൊരു തെറ്റായ ധാരണ നിങ്ങളുടെ തലച്ചോറുകളിൽ പതിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ പ്രതികരണം എന്ന് കേൾക്കുമ്പോൾ അത് അസ്വാഭാവികത ഉളവാക്കും. അതിപ്പോൾ സ്വാഭാവികമാണ്. പക്ഷേ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ചിന്തിക്കുകയും വളരുകയും ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാലത്ത് അടിമയാക്കപ്പെടും എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. സാധാരണ അടിമത്വമില്ല, സാത്താനിക അടിമത്വം നിങ്ങളിൽ ഉണ്ടാകും. പണ്ട് കാലങ്ങളിലൊക്കെ ഈ യുദ്ധം അഭ്യസിക്കുന്നവര് കളരിപ്പയറ്റും അല്ലെങ്കിൽ അമ്പും വില്ലും പയറ്റും വാൾപ്പയറ്റും ഒക്കെ ആയിരുന്നു അഭ്യസിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ ഈ കാലഘട്ടത്തിൽ ആർമിയിൽ ചേരുന്നവർ, യുദ്ധം അഭ്യസിക്കുന്നവർ കളരിപ്പയറ്റും അമ്പുമെല്ലും പയറ്റും പിന്നെ വാൾപ്പയറ്റും ഒക്കെ കൊണ്ട് യുദ്ധം അഭ്യസിക്കാൻ കളരി ചെന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. കാരണം ഈ കാലഘട്ടത്തിന് ഉതകുന്ന തരത്തിലുള്ള സംവിധാനങ്ങളും ആയുധങ്ങളുമാണ് ഇന്ന് നിലനിൽക്കുന്നതും അതിലാണ് നിങ്ങൾക്ക് പരിശീലനം കിട്ടേണ്ടതും. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ജീവിച്ച ജീവിതശൈലി തന്നെ ഈ കാലത്തും നിങ്ങൾക്ക് തുടർന്നു കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ആപത്ത്, നിങ്ങൾ മന്ദബുദ്ധികളാകും, നിങ്ങൾ ചിന്താശേഷിയില്ലാത്തവരാകും, വരാൻ പോകുന്ന ആപത്തിനെ തിരിച്ചറിയാൻ കഴിയാത്തുള്ളവരാകും, കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായി മാറും, നിങ്ങൾ അവൻ്റെ മുമ്പിൽ ശിഖണ്ഡിയായും അവൻ്റെ മുമ്പിൽ തോൽവിക്കാരനായും മാറും. അത് സംഭവിക്കാതിരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതും നിങ്ങളെ ശക്തിപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നതും. ഇതൊരു ട്രെയിനിങ് എന്ന് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ക്രിസ്തീയ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന അനീതിയും അക്രമവും എന്ന് പറയുന്നത് തന്നെ ദൈവത്തെ വിറ്റ് കാശാക്കുന്നവന്മാർ നമ്മുടെ ചുറ്റുപാടുകളിലും കറങ്ങി നടക്കുമ്പോഴും ഇതിനെക്കുറിച്ച് ആരും തന്നെ സംസാരിക്കാറില്ല. ആർക്കും ഇതൊരു വിഷയമില്ല. ദൈവവചനം സംസാരിക്കുന്നു, ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു, ദൈവിക കാര്യങ്ങളിൽ ക്രിസ്ത്യാനി ഇടപഴകുന്നു, ക്രിസ്ത്യാനി സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാ കർമ്മപ്രവൃത്തികളും ചെയ്യുന്നു, കുർബാന ചൊല്ലുന്നു, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു, സ്തോത്ര കാഴ്ച ഇടുന്നു, ദശാംശം ഇടുന്നു, 3 നേരം പോയി പ്രാർത്ഥിക്കുന്നു, എന്തൊക്കെ ഉപവസിക്കുന്നു, എന്തൊക്കെ ക്രിസ്ത്യാനി ചെയ്താലും ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ ദൈവത്തെ, അവൻ വിളിക്കുന്ന ദൈവത്തെ തന്നെ ഒരുത്തൻ പച്ചയ്ക്ക് നിർത്തി വിറ്റ് കാശാക്കിയാലും ഒരു ഉളുപ്പുമില്ലാതെ കണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട സമൂഹമായി ക്രിസ്ത്യാനി മാറിയത് കൊണ്ടാണ് മുക്കിലും മൂലയിലും കർത്താവിൻ്റെ പേരിലുള്ള കൊള്ളക്കാരും കള്ളന്മാരും ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദമൊന്നും കേട്ടിട്ടില്ലല്ലോ. കേട്ടിട്ടുണ്ടോ ദൈവത്തിന്റെ ശബ്ദം? ഞാൻ നിങ്ങളെ ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിക്കാം. കർത്താവിന്റെ ശബ്ദം കേട്ടിട്ടില്ലാത്തവർ ഇപ്പൊ കേട്ടോ. ഒക്ടോബർ മാസം ഞാൻ പ്ലേ ചെയ്തോട്ടെ.
ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ചത്, റെക്കോർഡ് ചെയ്ത് വെച്ചതിനകത്ത് കർത്താവിന്റെ ശബ്ദമേ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടില്ലാത്തവരെല്ലാവരും തന്നെ ദൈവത്തിന്റെ ശബ്ദം ഇന്ന് കേട്ടോണം. നിങ്ങൾ ആരും തന്നെ ദൈവത്തിന്റെ ശബ്ദം കേട്ടില്ല എന്നൊന്നും നിങ്ങൾക്ക് അറിയരുത്. പ്രിയ സഹോദരങ്ങളെ, ഇത്ര വലിയ ഒരു വലിയ എന്താ പറയുക മഹാസംഭവം നമ്മുടെ മുമ്പിൽ ഒരാളിപ്പോൾ അവതരിപ്പിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ ശബ്ദം നിങ്ങൾക്ക് കൃത്യമായി തന്നെ ഇപ്പൊ കേൾക്കാം. നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടില്ലല്ലോ. ഇത് ടിനു ജോർജ് ആണ്, കൊട്ടാരക്കര. ടിനു ജോർജ് ഇപ്പൊ ദൈവത്തോട് സംസാരിക്കുന്ന സ്വർഗത്തിൽ ദൈവത്തിന്റെ ആ ഗാംഭീര ശബ്ദം ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കാം. ഒക്ടോബർ മാസം ഞാൻ പ്ലേ ചെയ്തോട്ടെ. ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ചത്, റെക്കോർഡ് ചെയ്ത് വെച്ചത്. കർത്താവിന്റെ ശബ്ദം റെക്കോർഡ് വെച്ചിട്ടുണ്ടേ. ഈ ഊള കർത്താവ് എന്നോട് സംസാരിച്ചതാ. എന്റെ മുറി വന്ന് മുറി കയറി വന്നു. കർത്താവ് മുറിയിൽ വന്ന് സംസാരിച്ചത് ശബ്ദം കേട്ട ഉടനെ കൊച്ച് റെക്കോർഡിംഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. കർത്താവിന്റെ ശബ്ദം കേൾക്കണം നിങ്ങൾക്ക്. കർത്താവിന്റെ ശബ്ദം എല്ലാരും കേട്ടോ? കേട്ട് കഴിയുമ്പോ കയ്യടി വരത്തില്ല, അതുകൊണ്ട് ഇപ്പൊ അടിച്ചോ. അവന് തന്നെ അറിയാം കേട്ട് കഴിയുമ്പോ കയ്യടി വരത്തില്ല, അതുകൊണ്ട് ഇപ്പൊ തന്നെ അടിച്ചോന്ന്. കേട്ട് കഴിയുമ്പോ കയ്യടി വരത്തില്ല, അതുകൊണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾ അടിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കേൾക്കാനിരിക്കുന്ന ഊളകളെ പറഞ്ഞാൽ മതി, അവനെയല്ല പറയേണ്ടത്. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു. ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. കണ്ടല്ലോ കർത്താവിന്റെ ശബ്ദം. ഇതാണ് കർത്താവിന്റെ ശബ്ദം. അവൻ തന്നെ സംസാരിച്ച്, അവൻ തന്നെ റെക്കോർഡ് ചെയ്ത്, അവൻ തന്നെ വെച്ചിട്ട് അവൻ അത്രയും ജനങ്ങളെ ഊളയാക്കിയ ഇവനെ തീട്ടം വാരി അടിക്കേണ്ടേ പ്രിയ സഹോദരങ്ങളെ? ഞാൻ പറയുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾ ചിന്തയില് ഇവന്മാരെ തീട്ടം വാരി അടിക്കണമെന്ന് ഞാൻ പറയുന്നതിനകത്ത് വരെ ഇവന്മാരെയല്ല പറയേണ്ടത്. ഇവന്മാരിത് പറയുമ്പം കേൾക്കാനിരിക്കുന്ന കുറെ മര ഊളകളെ ഉണ്ടല്ലോ, അവറ്റുങ്ങളെ വേണം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കൊണ്ടുവന്ന് അടിക്കും. വണ്ടി കൊണ്ടുവരുന്ന തീട്ടത്തെയും അടിച്ചു വിടണം സ്റ്റേജിനകത്തോട്ട്. ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കാം കർത്താവിന്റെ ശബ്ദം. ഒക്ടോബർ മാസം ഞാൻ പ്ലേ ചെയ്തോട്ടെ. ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ചത്, റെക്കോർഡ് ചെയ്ത് വെച്ചതിനകത്ത്. മുടിയൊക്കെ ആള് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. കർത്താവ് എന്നോട് സംസാരിച്ചതാ. എന്റെ മുറി വന്ന് ഇത് കേട്ട് കഴിയുമ്പോ കൈയടി വരത്തില്ല, അതുകൊണ്ട് ഇപ്പൊ അടിച്ചോ. തീട്ടന്മാരെ അടിക്കാൻ തോന്നും കേട്ട് കഴിയുമ്പോ, അതുകൊണ്ട് ഇപ്പോഴേ കൈ അടിച്ചോ. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു. ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. ഭീഷണി. കർത്താവിനോട് പറയുക, ചർച്ചിന്റെ തിന്മ നോക്കി നടക്കുന്ന നിന്റെ വീട്ടിൽ നിന്നും തിന്മ മാറിപ്പോകത്തില്ല. ഇനി അടുത്ത ഭീഷണി നോക്കിക്കോ. ഇതാണ് രസം. ഇത് അടുത്ത ഭീഷണി വരുന്നുണ്ട്. ചർച്ചിന് കാശ് കൊടുക്കരുത്, ടൈറ്റ് കൊടുക്കരുത് എന്നൊക്കെ ഇതിനകത്ത് നിന്നോണ്ട് അടിച്ചിറക്കുന്നവനുണ്ടെങ്കിൽ ഐ ക്യാൻസൽ യുവർ പ്രോസ്പെരിറ്റി ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഐ ബ്ലോക്ക് ഇറ്റ് ദാറ്റ്. I block it that. I am an apostle. അയ്യോ, I am an apostle. ഞാൻ പറഞ്ഞാൽ വിശ്വാസിക്കുമെങ്കിൽ, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറുമെങ്കിൽ, my word is powerful. ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറുമെങ്കിൽ, ഞാൻ പറഞ്ഞാൽ രോഗങ്ങൾ മാറുമെങ്കിൽ, ഞാൻ നിന്നെ ശപിച്ചു കഴിഞ്ഞാൽ നിന്നെ നശിച്ചു പോകും. കേൾക്കണമല്ലോ ഒന്നുകൂടി. ടൈറ്റ് കൊടുക്കാത്തവൻ, സ്തോത്രക്കാഴ്ചയും ദശാംശവും കൊടുക്കാത്തവനോട് സഭയ്ക്കകത്ത് ഈ ഊള പണ്ടിരുന്ന കണക്കല്ല ഇപ്പൊ ഈ ഊള ഇരിക്കുന്നത്. പണ്ടിരുന്ന മോന്തയല്ല ഇപ്പോഴത്തെ മോന്ത. ഇവന്റെ മോന്ത എന്ന് പറയുന്നത് പണ്ടിരുന്ന കണക്കല്ല. ഇവൻ പുതിയ മുടിയൊക്കെ വെച്ചു. അതൊക്കെ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ. നീ മുടി വെക്കുകയോ എന്ത് കഷണ്ടി മാറ്റുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഒന്നുകൂടി കേൾപ്പിക്കാം. ചർച്ചിന് കാശ് കൊടുക്കരുത്,
ടൈറ്റ് കൊടുക്കരുത് എന്നൊക്കെ ഇതിനകത്ത് നിന്നോണ്ട് അടിച്ചിറക്കുന്നവനുണ്ടെങ്കിൽ ഐ ക്യാൻസൽ യുവർ പ്രോസ്പെരിറ്റി ഇൻ ദ നെയിം ഓഫ് ജീസസ്. അയ്യോ, ഞാൻ നിന്റെ പ്രോസ്പെരിറ്റി അങ്ങ് ക്യാൻസൽ ചെയ്യുകയാണ് ഇൻ ദ നെയിം ഓഫ് ദ ജീസസ്. നീ ചർച്ചിന് പൈസ കൊടുത്തില്ലെങ്കിൽ നീ പൈസ കൊടുക്കരുതെന്നും തൈത്ത് കൊടുക്കരുതെന്നും പഠിപ്പിക്കുന്ന നിന്റെ പ്രോസ്പെരിറ്റിയെ ഞാൻ അങ്ങ് ക്യാൻസൽ ചെയ്യുകയാണ്. അതെച്ചാൽ നന്മ. നീ അങ്ങ് തെരുവും തിണ്ണയും എടുത്തിട്ട് അയ്യാ തായെ പസിക്കുന്നേ എന്ന് പറഞ്ഞ് തെണ്ടും. ഇവൻ നിന്നെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ മരം ഊളയ്ക്കുണ്ടായവൻ നിന്നെ ക്യാൻസൽ. നീ പണം കൊടുത്തില്ലെങ്കിൽ അവൻ നിന്നെ ശപിക്കും. അവൻ ശപിച്ച് പിന്നെ അവൻ പറഞ്ഞ ക്യാൻസർ പോകില്ല. ഇവൻ RCCയിൽ ഓടി നടന്ന ഇപ്പൊ സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവൻ RCCയിലോട്ടായി ഇപ്പൊ ഓടി നടക്കുന്നത് സൗഖ്യം കൊടുക്കണം. എടാ, വിവരം കെട്ട ക്രിസ്ത്യാനി സമൂഹമേ, മലയാളികളെ, മണ്ട ഊളകളെ, നിന്നെപ്പോലുള്ള മരപ്പൊട്ടന്മാർ ഇവന്റെയൊക്കെ കാലിന്റെ മൂട്ടി പോയിരിക്കുന്നത് കൊണ്ടാണ് ഇവന്മാര് ഇതുപോലെ പച്ചയ്ക്ക് ഇവന്മാർക്ക് ഇത്ര ധൈര്യം എന്തു പറയാനായിട്ട്. ചർച്ചിന് കാശ് കൊടുത്തില്ലെങ്കിൽ, നീ എനിക്ക് കാശ് തന്നില്ലെങ്കിൽ, നീ എനിക്ക് ദശാംശം തന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ശപിച്ചു കളയും. പേടിപ്പിക്കുന്നു. ഭീഷണി. യോ, പാച്ചർക്ക് കൊടുത്തില്ലെങ്കിലേ പാച്ചർ ശപിക്കും. ചർച്ചിന് കാശ് കൊടുക്കരുതെന്ന് പറയുന്നവനും സഭയ്ക്ക് കാശ് കൊടുക്കരുതെന്നും ദശാംശം കൊടുക്കരുതെന്ന് പറയുന്നവനെ ഇവൻ ശപിച്ചു തള്ളും പോലും. ഇവൻ ശപിച്ചു തള്ളുകൊണ്ട് കർത്താവ് വന്ന് ഒക്ടോബർ മാസം ഇവനോട് സംസാരിച്ചതല്ലേ? എന്തുവാ, ഇറങ്ങി വന്ന് വീട്ടിനകത്ത് മുറിക്കകത്ത് കയറി വന്നിട്ട് നിന്റെ അത് കേട്ടില്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞത്? കർത്താവ് നിന്റെ സഭയ്ക്ക് കാശ് തരുമെന്ന് പഠിപ്പിച്ചവനെ, നിന്റെ സഭയ്ക്ക് വിരോധമായി സംസാരിക്കുന്നവനെ ഞാൻ എന്ത് ചെയ്യും? ഒന്നുകൂടി കേൾപ്പിക്കാം നിങ്ങൾക്കത്. ഒക്ടോബർ മാസം ഞാൻ പ്ലേ ചെയ്തോട്ടെ. ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ച് റെക്കോർഡ് ചെയ്ത് വെച്ച് ഇതിനകത്ത്. കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന് കേട്ടോണേ. കർത്താവിന്റെ മുറി കയറി നമ്മളോട് സംസാരിച്ച ഇപ്പൊ അടിച്ചോ. ഇതാ കൈയടിക്കാതിരിക്കുന്ന ഊളകളൊക്കെ ഉണ്ടല്ലോ ഇവനെ. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു. ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. ചർച്ചിന്റെ കുറ്റം എന്താ? ചർച്ചിന് ദശാംശം കൊടുക്കരുത്, സ്തോത്ര കാഴ്ച കൊടുക്കരുത്. അതുകൊണ്ട് നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തിന്മ മാറിപ്പോകത്തില്ല. ദൈവം ഇറങ്ങി വന്ന് മുറിക്കകത്ത് ഇവനോട് പറയുക. ചർച്ചിന്റെ എടാ ടിനു ജോർജെ, എടാ, ഒറ്റ തന്തയ്ക്കുണ്ടായവനാണെങ്കിൽ ഞാൻ നിന്നെ വെല്ലുവിളിക്കുക. നീ ഒറ്റ തന്തയ്ക്കുണ്ടായവനാണ്. നീയല്ലേ പറഞ്ഞ, നീ പറഞ്ഞ ക്യാൻസർ മാറുമെന്ന്. നീ പറഞ്ഞാൽ ക്യാൻസർ മാറും, നീ പറഞ്ഞാൽ രോഗം മാറും, നീ പറഞ്ഞ ഭയങ്കര അധികാരമാണ്, അങ്ങനെ നീ പറഞ്ഞാൽ സകലവും സംഭവിക്കുമെന്ന് നീ തന്നെ പറഞ്ഞു കഴിഞ്ഞു നിന്റെ വായുണ്ട്. ഞാൻ പറഞ്ഞില്ലത് അവൻ പറഞ്ഞ എന്നെ കേൾപ്പിക്കാൻ നിങ്ങളെ. ചർച്ചിന് കാശ് കൊടുക്കരുത്, ടൈറ്റ് കൊടുക്കരുത് എന്നൊക്കെ ഇതിനകത്ത് നിന്നോണ്ട് അടിച്ചിറക്കുന്നവനുണ്ടെങ്കിൽ ഐ ക്യാൻസൽ യുവർ പ്രോസ്പെരിറ്റി ഇൻ ദ നെയിം ഓഫ് ജീസസ്. അവൻ പറയുകയാണ് ചർച്ചിന് ക്യാഷ് കൊടുക്കരുത്, ദശാംശം കൊടുക്കരുത്. ഞാനിപ്പോ പറയാം, ഈ പന്ന ചെറ്റയ്ക്ക് തന്തയ്ക്ക് പറഞ്ഞ പിള്ളേരുണ്ടെങ്കിൽ 5 നയാ പൈസ കൊടുക്കരുത്. നല്ല ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവന്മാരാണ് സഭയിൽ പോകുന്നതെങ്കിൽ, ഇവന്റെ കാലിന്റെ മൂട്ടിയിരുന്ന് പ്രസംഗം കേൾക്കാൻ പോകുന്നെങ്കിൽ, അല്ല നീയൊക്കെ പല തന്തയ്ക്കുമാരൊക്കെ ഉണ്ടായവന്മാരാണെങ്കിൽ ഇവന്റെ കാലിന്റെ ഇടയിൽ കൊണ്ടുപോയി നീയൊക്കെ ഇനിയും കൊണ്ട് കാശ് കൊണ്ട് കൊടുക്ക്. നല്ല ഒറ്റ തന്തയ്ക്കും തള്ളയ്ക്കുവാ ജനിച്ച് അന്തസ്സോട് പറയാൻ തൻ്റെ ഉള്ളവൻ 5 നയാ പൈസ ഈ ചെറ്റയ്ക്ക് കൊടുക്കരുത്. ദശാംശമെന്നും സ്തോത്ര കാഴ്ച ദൈവത്തെ വിറ്റ് കാശാക്കുന്ന ഈ പന്ന പട്ടികൾക്ക്. നീ ചോണയുള്ളവനാണ്. ഞാനിപ്പോ പറഞ്ഞല്ലോ നിനക്ക് കാശ് തരരുതെന്ന്. ഇവൻ ചോണയുള്ളവനാണെങ്കിൽ ഇവൻ എന്നെ ശപിക്കട്ടെ. ശബീരടാ, എടാ, നിനക്ക് ഞാൻ ഒരു ദിവസം അല്ല 2 ദിവസം, നീ ഒറ്റ ദിവസം പറഞ്ഞാൽ ക്യാൻസർ മാറത്തില്ല. നിനക്ക് ഞാൻ 1 വർഷം സമയം തരാം. നീ 1 വർഷം എടുത്ത് നീ എന്നെ ശപിക്ക്. നീ എൻ്റെ പ്രോസ്പെരിറ്റി തടയും. നീ ഒറ്റ തന്തയ്ക്ക് ജനിച്ചവനാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുക നിന്നെ. നീ ഒറ്റ തന്തയ്ക്ക് ജനിച്ചവനാണെങ്കിൽ ഞാൻ യെരൂശലേമിൽ നിൽക്കുന്ന എന്നെയും നിനക്ക് പറ്റുമെങ്കിൽ, നീ ഭയങ്കര പറഞ്ഞല്ലോ, നീ പറഞ്ഞാൽ നീ അപ്പോസ്തലനാണെന്ന് പറഞ്ഞിട്ട് ഇവൻ പറയുന്നുണ്ടല്ലോ, ഇവൻ അപ്പോസ്തലനാണ്. ജനങ്ങളെ പേടിപ്പിച്ചും ഇതുപോലെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനം പേടിച്ചു പോകും. അതാണ് ഇവന്മാരുടെ ഉടായ്പ് ഇങ്ങനെ ഇത്രയും കച്ചവടമാക്കുന്നത്, ജനങ്ങളെ വഞ്ചിക്കുന്ന ഈ വഞ്ചകന്മാർ പേടിപ്പിക്കുന്നത്. ദൈവദാസന്മാർക്ക് വിരോധമായി സംസാരിക്കരുത്, ദൈവദാസന് പണം കൊടുക്കാതിരിക്കരുത്.
ദൈവദാസന് അത് കൊടുക്കരുതിരിക്കരുത്. ദൈവദാസന് സഭയിൽ പാസ്റ്റർ ഇത് തരാതിരിക്കരുത്, അത് തരാതിരിക്കരുത് എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെയൊക്കെ വീട്ടിലെ നന്മയെ ഞാൻ മുടക്കിക്കളയും. എന്ത് ഭീഷണിയായത്? അയ്യടാ, ഇവന്റെ പോക്കറ്റിലല്ലേ ദൈവം ഇരിക്കുന്നത്. ഇവൻ പറഞ്ഞ ഉടനെ ദൈവം അങ്ങ് മുടക്കാനായിട്ട് ഇവന്റെ അണ്ടകടാങ്ങളിൽ കൊണ്ടിട്ട് ഇവന് എല്ലാ സ്ഥലത്തുള്ള വസ്തു വാങ്ങിച്ചിടാനും വീട് വലുതാക്കാനും ഇവന് കാറ് മേടിക്കാനും ഇവൻ ഫ്ലൈറ്റിൽ കയറി പറന്നു നടക്കാനും ഇവൻ കാശുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവൻ നാട്ടുകാരുടെ എരപ്പനെ തുരപ്പനാ ഇവൻ. എരന്ന് നടക്കുന്നവനെ തുരന്ന് നിന്ന് ചെറ്റ അവൻ പറയും, ഭീഷണിപ്പെടുത്തുക ആൾക്കാരോട്, നീ പൈസ തന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ശപിച്ചു കളയും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞ, നീ ഒറ്റ തന്തയ്ക്കും തള്ളയ്ക്കുവാ നിന്റെ അമ്മ നിന്നെ ഉണ്ടാക്കിയിട്ടെങ്കിൽ ഞാൻ നിന്നെ വെല്ലുവിളിക്കുകടാ. നീ പാസ്റ്ററാണെന്നും നീ പറഞ്ഞാൽ നടക്കുമെന്ന് നീ തെളിയിച്ചു കാണിക്കുക. നിനക്ക് 1 വർഷം ഞാൻ സമയം തരാം. നീ ഒറ്റ ദിവസം കൊണ്ട് ശപിച്ചാലൊന്നും കാര്യം നടക്കത്തില്ല എന്നുണ്ടെങ്കിൽ നീ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക. നീ കുത്തിയിരുന്ന് 1 വർഷത്തിലിരുന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക. ഞാൻ നിനക്ക് 1 വർഷം വേണമെങ്കിൽ നീട്ടിത്തരാം സമയം. നീ ഒറ്റ ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് നിന്നെ കൊണ്ട് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് അത്രയും ദൈവദാശനമെങ്കിലും തരാം. നീ എന്നെ തകർത്ത് കാണിക്കുക. ചേറ്റേ, നീ ആരുടെ കാശ് വെച്ച്, ആരെ വെച്ചിട്ട് നീ ആരെ പറ്റിക്കാൻ നടക്കുന്നു? നിന്റെ കയ്യിലിരിക്കുന്ന ദൈവവചനം എന്ന് പറഞ്ഞ ബൈബിള് വെച്ച് കഴിഞ്ഞാൽ നിന്നെപ്പോലുള്ള ഊളകളെ വിശ്വസിക്കാൻ കുറെ മരമണ്ടന്മാരിക്കുമായിരിക്കും. നിന്റെ കാലിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് പൈസ ഇട്ട് അമ്മ തായി. ഇവൻ പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കാറുണ്ട്, എല്ലാവർക്കും കാശ്, പിന്നെ നിനക്ക് നന്മ വരും. ദൈവം ഇവന്റെ വേറൊരു കർത്താവിനോട് സംസാരിച്ചെന്നല്ലേ ഇവൻ പറഞ്ഞേ. ഇവന്റെ വേറൊരു കർത്താവിന്റെ സംഭാഷണം നിങ്ങൾ കേട്ടോ? 2020 ഇവനോട് കർത്താവ് സംസാരിച്ചതാ. Year of flourishing, 2020 year of flourishing. അയ്യോ, തഴച്ചു വളരുന്ന വർഷമാണ് 2020. ഇവനോട് ദൈവം പറഞ്ഞു എന്നാ ഇവൻ പ്രസംഗിച്ചത്. ജനങ്ങളെ മുഴുവനും ആവേശം കൊള്ളിച്ചു. 2020 ന്യൂ ഇയറിൽ ഇവൻ ജനങ്ങളെ മുഴുവനെയും ആവേശം കൊള്ളിപ്പിച്ചു. തഴച്ചു വളരുന്ന വർഷമാണ്. ദൈവം എന്നോട് വന്ന് സംസാരിച്ചു. ഈ 2020 എന്ന് പറയുന്ന വർഷം, 2020 എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വർഷത്തിൽ നിങ്ങൾ ചുരുങ്ങിപ്പോയെടുത്തും തളർന്നു പോയെടുത്തും എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾ തഴയ്ക്കുന്ന അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. എല്ലാ നിലങ്ങളും ആനന്ദിക്കാൻ പോവുക, നിങ്ങൾ സന്തോഷിക്കാൻ പോവുകയാണ്. നിർജ്ജനമായ പ്രദേശം ഉല്ലസിച്ച് അവിടെ പനിനീർ പുഷ്പങ്ങൾ 2020 പരിശുദ്ധാത്മ പറയുന്ന ഈ പ്രവചനം എത്ര പേർ സ്വീകരിക്കുന്നു? അപ്പോഴേ എനിക്ക് ഒരു സംശയം, 2020 പരിശുദ്ധാത്മാവ് പറഞ്ഞ ഈ പ്രവചനം എത്ര പേര് സ്വീകരിക്കുന്നു? അങ്ങ് തഴച്ചു വളരാൻ പോകുകയാണ് 2020 എന്ന് പ്രസംഗിച്ചതായി ഈ ഊള. എന്നിട്ട് 2020 എന്ത് സംഭവിച്ചു? ഇവൻ പോലും കാലിനിടയിൽ കയറി ഒളിച്ചിരുന്നു. കൊറോണ വന്ന് മൊത്തത്തില് ആവിയായിപ്പോയി. അവനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞില്ലേ കൊറോണ വരുമെന്ന് പറഞ്ഞു 2020. എടാ, ഈ വൃത്തികെട്ടവന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടും പോലും ഇന്നും ഈ വൃത്തികെട്ടവന്മാരെ വിശ്വസിച്ച് അവന്മാർക്ക് കൊണ്ട് ദശാംശവും സ്തോത്രക്കാഴ്ചയും തള്ളിമറിക്കുന്ന ജനത്തെയാ പറയേണ്ടത്, ഇവന്മാരെ അല്ല പറയേണ്ടത്. കേൾപ്പിക്കങ്ങനെ സ്തോത്രം. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി ഇവൻ പറഞ്ഞുണ്ടാക്കിയത് 2021. ഇനി വേറൊരുത്തനെ കേട്ടോ, PG വർഗീസ് എന്ന് പറഞ്ഞു. സ്തോത്രം. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി ഗൂഗിൾ പേ, മറ്റ് ആവശ്യമായിട്ടുള്ളവർ പ്രയർ ലൈനുമായിട്ട് ബന്ധപ്പെടുന്നത് നന്നായിരിക്കും. കവറുകളെല്ലാം എടുത്ത് റെഡിയാകുക. ദൈവമേ, ഇപ്പോൾ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യുന്നവർ ആർക്കൊക്കെയാണ് സാമ്പത്തിക അനുഗ്രഹങ്ങൾ വേണ്ടത്? സാമ്പത്തിക അനുഗ്രഹങ്ങൾ വേണ്ടവർ കരങ്ങളൊന്ന് നിർത്തിയാട്ടെ. പക്ഷെ അതിനു മുമ്പ് ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ കൈവിതയ്ക്കുക. ഇതുപോലൊരു എൻവലപ്പ് വോളണ്ടിയേഴ്സ് നിങ്ങൾ കൊണ്ട് തരുന്നതായിരിക്കും. ഗ്ലോറിയസ് ചർച്ചിലൂടെ നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കേണ്ട സമയമാണ്. നിങ്ങൾ ദൈവത്തിന്റെ വേലയ്ക്ക് കൊടുക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും തലമുറകളായി അനുഗ്രഹിക്കപ്പെടും. ഇന്നത്തെ കാലത്ത്
പണം കൈ കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് അറിയാവുന്നതിനാല് നമ്മുടെ ചർച്ച ആദ്യമായിട്ട് കാർഡ് സ്വൈപ്പിംഗ് മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന വിവരം കാർഡ് സ്വൈപ്പിംഗ് മെഷീൻ എം എ വർഗീസിന്റെ ബദൽ ചർച്ചിൽ കാർഡ് സ്വൈപ്പിംഗ് മെഷീനാണ്. നിങ്ങളെല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. നിങ്ങളുടെ പിൻ നമ്പറുകൾ മനസ്സിൽ ധ്യാനിക്കുക. ദൈവത്തിന് ഹൃദയ കാർഡ് സ്വൈപ്പിംഗ് മെഷീൻ വഴിക്കാണ് ഇപ്പം പൈസകൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. വേറൊരുത്തും ഊള ഇറങ്ങിയിട്ടുണ്ട്. ആ ഊളെ നീ കാണിച്ചു തരാം. എനിക്ക് അതിൽ നിന്നൊരു ഉത്തരം ലഭിച്ചു. ഒരാൾ സൗഖ്യമാകാഞ്ഞതിന്റെ ഒരു കാരണം ഞാൻ പ്രാർത്ഥിക്കാത്തതാണ്. അപ്പോ രണ്ടാമത്തെ ഉത്തരം എനിക്ക് പറയാനുള്ളത്, ആ വിശ്വാസി എന്ന് പറയുന്നത് വിശ്വാസമുണ്ട്, പ്രാർത്ഥിക്കുകയും ചെയ്തു, എന്നിട്ടും സൗഖ്യമായില്ലേ? സൗഖ്യമാകാതിരിക്കുമോ? ഇവന്റെയൊക്കെ കണ്ടറബ ഗുണ്ടറബയൊക്കെ ഒരുത്തൻ സൗഖ്യമാകാതിരിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, കണ്ടല്ലോ ഈ വൃത്തികെട്ടവന്മാര് ജനങ്ങളെ പറ്റിക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തെ, ഹിന്ദുക്കളെ വഞ്ചിക്കുകയാണ്. ഇവന്മാരുടെ തട്ടിപ്പിന്റെ ഏറ്റവും വലിയൊരു വെർഷൻ എന്ന് പറയുന്നത് ഇവന്മാര് TV ചാനലുകളിലൂടെയാണ് ആദ്യം രംഗത്ത് വരുന്നത്. അപ്പൊ രാവിലെ എഴുന്നേക്കുന്ന ഈ അമ്മച്ചിമാർക്കും വയസ്സായവർക്കും മനുഷ്യർക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട്. ഈ ലോകത്ത് ആർക്കാ ഇല്ലാത്തത്? ഈ പറയുന്ന എനിക്കുമുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കുമുണ്ട്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് പ്രശ്നങ്ങളും പ്രതിസന്ധികളും. ഈ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഈ മരുന്ന് മാഫിയ എങ്ങനെയാണോ കൊള്ളയടിക്കുന്നത് ജനങ്ങളെ, ഇതിന്റെ വേറൊരു തരത്തിലിരുന്നു കൊണ്ട് ജനത്തെ കൊള്ളയടിക്കുന്ന കൊള്ളക്കാരന്മാരാണ് ഈ പറയുന്ന വൃത്തികെട്ടവന്മാര്, പാച്ചർമാരെന്നുള്ള പേരിൽ ഇറങ്ങി നടക്കുന്നവന്മാര്. ഇവന്മാര് കാരണമാണ് ഇന്ത്യക്കകത്ത് മതപരിവർത്തനം എന്നുള്ള സംഭവം ഉണ്ടാകുന്നതും. ഈ ഹിന്ദുക്കളായിട്ടുള്ള മനുഷ്യർ എന്ന് പറയുന്നവർ വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പോൾ ഇവന്മാരുടെ ഒരു തന്ത്രം എന്ന് പറയട്ടെ, ഇവന്മാരുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത്, ഇവന്മാര് പറയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? നീ കടഭാരത്തിലായിരിക്കുകയാണോ? നീ രോഗത്തിലായിരിക്കുകയാണോ? ദൈവം നിന്നോട് ഇന്ന് സംസാരിക്കുകയാണ്. നീ വിടുതൽ അനുഭവിക്കാൻ പോകുകയാണ്. ഈ ഡയലോഗായിരിക്കും ആദ്യം പറയുന്നത്. ഇതൊരു ഡയലോഗാണ്. ഇത് കാണാപാഠം പഠിച്ചു വെച്ചിട്ട് ഈ ഡയലോഗ് കറക്റ്റായിട്ട് ഇവന്മാർ പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും ഒരു വിടുതൽ വേണം. നിന്നെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു, നിനക്ക് വിടുതൽ ഇന്നുണ്ടാകും. നീ ഭാരത്തോടിരിക്കുന്ന വിഷയത്തിന്മേൽ, നീ കടഭാരത്തിലായിരിക്കുമ്പോൾ, നീ രോഗത്തിലായിരിക്കുമ്പോൾ നിന്നെ ദൈവം സൗഖ്യപ്പെടുത്താൻ പോകുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ വിചാരിക്കും, അയ്യോ എനിക്കിപ്പോ സൗഖ്യം കിട്ടും, അയ്യോ ദൈവം എന്നോടാ സംസാരിക്കുന്നത്. ഇതിനെ മുതലെടുത്തിട്ടാണ് അവന്മാർ ഏറി അവിടേക്ക് ആളുകൾ പോകുന്നത്. അപ്പോൾ ഇവന്മാർ ചെയ്യുന്നൊരു കാര്യം, ദൈവം നിന്നെ വിടുവിക്കും, ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കും, ദൈവം നിന്നെ പൂർണ്ണമായും അനുഗ്രഹത്തിലൂടെ വഴി നടത്തും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചിട്ട് ഒട്ടനെ പറയുന്നതാണ്, നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിന് നിങ്ങൾ കൊടുത്താൽ മതി, നിങ്ങൾ വിശ്വാസത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഏറ്റെടുത്താൽ മതി, ദൈവം നിങ്ങളെ വിടുവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയും ഇവന്മാര്, നിങ്ങൾ ദൈവത്തിന് കൊടുത്തു തുടങ്ങ്. നിങ്ങൾ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും നിങ്ങൾ ദൈവത്തിന് കൈക്കൂലി കൊടുത്താൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. അവൻ തഴച്ചു വളരാൻ നിങ്ങൾ കൊടുക്കണം, പക്ഷെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ദൈവം തരും. ഇത് എവിടുത്തെ ന്യായം? എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറയുന്ന അവനെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് അറിയത്തില്ലേ? അവൻ ദൈവത്തിന് വലം കയ്യിൽ നിൽക്കുന്നവനല്ലേ? അവൻ പറഞ്ഞാൽ ക്യാൻസർ മാറുമെന്ന് അവൻ പറയുന്നു, അവൻ പറഞ്ഞാൽ രോഗം മാറുമെന്ന് അവൻ പറയുന്നു, അവൻ പറഞ്ഞാൽ നിന്റെ കടഭാരം മാറുമെന്ന് അവൻ പറയുന്നു. എന്നിട്ട് ഈ ഊള തന്നെ പറയുന്ന വേറൊരു ഡയലോഗുണ്ട്, നിങ്ങൾക്ക് കഷ്ടവും പ്രയാസവും ഒന്നും മാറിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, ഞാൻ കേൾപ്പിക്കാം.
ചോദിക്കുന്നു, ഇത്രയും വർഷമായി അത് നടന്നില്ല ഇത് നടന്നില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് എന്തിനെങ്കിലും വല്ല കുറവും വരുത്തിയിട്ടുണ്ടോ? നിങ്ങൾക്ക് അത്യാവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുവരെ ലാക്ക് ചെയ്തിട്ടുണ്ടോ? എന്തിനാണ് ഈ പകൽ ഇവനാണ് പഠിപ്പിച്ചത്, എല്ലാവരോടും പറഞ്ഞത് നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും, ദൈവം നിങ്ങൾക്ക് അത് തരും, നിങ്ങൾക്ക് ദൈവം ഇത് തരും, നിങ്ങൾക്ക് ദൈവം കാറ് തരും. ഇതൊന്നും കിട്ടാതെ വർഷങ്ങളായിട്ട് അതിനകത്ത് ആൾക്കാർ സ്തോത്രക്കാഴ്ച കൊടുത്ത് ദശാംശം കൊടുത്ത് ഇവൻ അങ്ങ് തഴച്ച് വളർന്ന് അവൻ കോടികളുടെ ആസ്തിയും അതും ഇതും ഇവനുണ്ടാക്കി. അപ്പോൾ ആളുകളുടെ ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല, ഞങ്ങൾ തഴച്ചു വളർന്നിട്ടില്ല എന്ന് ആളുകൾ പറയുമ്പം ഒട്ടനെ അവൻ്റെ ഉഡായിപ്പ് തക്കിയ കണ്ടില്ലേ? ഉടനെ അവൻ പറയുകയാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ടോ എന്ന്. എടാ, നീതിമാന്റെ മേലും ദുഷ്ടന്റെ മേലും നീതിമാന്റെ മേലും ഒരുപോലെ മഞ്ഞും മഴയും പെയ്ക്കുന്ന ദൈവത്തിന് എല്ലാവരെയും തീറ്റിപ്പോറ്റാൻ അറിയാം. ആകാശത്തിലെ പറവകൾ ഇതുവരെയ്ക്കും ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല. ഞാൻ പട്ടിണിയാണെന്ന് ഒരാൾ പറവയും ചത്തു വീണിട്ടില്ല, ആത്മഹത്യ ചെയ്തിട്ടില്ല. ഒരു മൃഗങ്ങളും ഞാൻ പട്ടിണിയാണെന്ന് പറഞ്ഞ് ഒരു മൃഗങ്ങളും ആത്മഹത്യ ചെയ്തിട്ടില്ല. പക്ഷി മൃഗാദികൾക്ക് പോലും തിന്നാനും കുടിക്കാനും കൊടുക്കാൻ അറിയാവുന്ന ദൈവത്തിന് മനുഷ്യനും കൊടുക്കാൻ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് എല്ലാ മനുഷ്യരും ഓരോ ദിവസവും ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ കടന്നു പോകുന്നുണ്ട്. അല്ലാതെ ഇവന്റെ ചർച്ചിലോട്ട് കയറിപ്പോകുന്നവർ മാത്രമല്ല ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ ജീവിക്കുന്നത്. മേഘസ്തംഭമായി കർത്താവ് കൂടിയിരുന്നത് കാരണം ഭയങ്കര വെയിലാണ്, ഭയങ്കര 35. പിന്നെ സ്തംഭമായിട്ടാണ് കാരണം ഈ മരുഭൂമിയിൽ മണലുകൾക്കകത്ത് പാമ്പുകളുണ്ട്, വിഷപ്പാമ്പുകളുണ്ട്. ഇവർക്ക് വഴിയായി മുന്നിലൂടെ പോകുമ്പോൾ എല്ലാം കേട്ടോണേ. സുവിശേഷം 22:35. പിന്നെ അവൻ അവരോട്, ഞാൻ നിങ്ങളെ മടിശീലയും പൊക്കണവും ചെരിപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവും ഉണ്ടായോ എന്ന് ചോദിച്ചതിന് ഒരു കുറവും ഉണ്ടായില്ല എന്ന് അവർ പറഞ്ഞു. Disciples said to him, nothing. ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞ കാര്യം, ഞാൻ നിങ്ങളെ അയച്ചപ്പോൾ നിങ്ങൾക്ക് മടിശീലയും പൊക്കണമൊന്നും ഇല്ലായിരുന്നു, വല്ല കുറവും ഉണ്ടായിരുന്നു എന്ന് കർത്താവ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അയവും പഠിപ്പിക്കുന്നത്. എടാ, കർത്താവ് പറഞ്ഞു ഉണ്മാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ അതും മതിയെന്ന് കർത്താവ് പഠിപ്പിച്ചു. ഈ ചെറ്റയ്ക്ക് ഉണ്മാനും ഉടുക്കുവാനും മാത്രമാണോ ഉള്ള ഈ കഴിവേറി മോന്? അതാണോ ഉള്ള ഈ പട്ടിക്ക്? ഇവൻ കർത്താവിന്റെ നാമത്തെ വിറ്റ് കാശാക്കി ആ വരുന്ന പാവം ജനങ്ങളോട് കഴുത്തിലുള്ളതും കാതിലുള്ളതും ബക്കറ്റുകളും വെച്ച് എല്ലാം വെച്ച് കൊള്ളയടിച്ചിട്ട് ഇവൻ കോടീശ്വരനായ ആസ്തികൾ ഉണ്ടാക്കി ഇവൻ അങ്ങ് വാഴുകയാ രാജാവിനെ പോലെ. അവന് കിട്ടുന്നതിനകത്ത് ഇത്തിരി പോലെ കുറയുന്നതിനാണ് നാട്ടുകാരെ ശപിക്കാൻ ഇറങ്ങിയത്. അവൻ ഇത്തിരി പോലെ അവൻ കിട്ടിക്കൊണ്ടിരുന്ന ദശാംശത്തിനകത്ത് ഇത്തിരി പോലെ അവൻ കുറഞ്ഞതിനാണ് ഇവൻ നാട്ടുകാരെ ശപിക്കാൻ ഇറങ്ങിയത്. നിങ്ങൾ ദശാംശം ഇനി കുറച്ചാൽ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും, ശപിച്ചു കളയുമെന്ന് പറഞ്ഞിട്ട്. നീ എൻ്റെ സഭയ്ക്കകത്ത് ഇനി നന്മ ദശാംശം തരരുത്, സ്തോത്രക്കാഴ്ച തരരുതെന്ന് ആരെങ്കിലും പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവനെ ഞാൻ ശപിച്ചു കളയുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവൻ പറയുന്നത് എന്തുവാ? മരുഭൂമി ഇത് ഇസ്രായേൽ മക്കളെ നടത്തിയതല്ലേ? നീയും ഇസ്രായേൽ മക്കളുമായിട്ട് എന്താടാ ബന്ധം ഇരിക്കുന്നത്? ഇടാ ഊളയ്ക്കുണ്ടായവനെ. ദൈവം ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ നടത്തിയ കഥ ഇട്ടിട്ട് ക്രിസ്ത്യാനികളെ പറ്റിക്കുക ചേറ്റ. നിങ്ങളോട് ചോദിക്കുന്നു, ഇത്രയും വർഷമായി അത് നടന്നില്ല ഇത് നടന്നില്ല, അങ്ങനെ സംഭവിച്ചില്ല ഇങ്ങനെ സംഭവിച്ചില്ല, അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇത്രയും വർഷമായി അത് കിട്ടിയട, ഇത്രയും വർഷമായി അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല മറ്റത് കിട്ടിയില്ല മറിച്ചത് കിട്ടിയില്ല നിന്റെ അടുത്ത് വന്ന ആൾക്കാർ പരാതി പറയുന്നുണ്ടെങ്കിൽ നീ ഇത്രയും വർഷമായിട്ടും ഈ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നത് ഈ ഒരു കാര്യം വെച്ചിട്ട് നിനക്ക് വീട് കിട്ടും, കാറ് കിട്ടും, നിന്റെ രോഗം മാറും, നിന്റെ കടം മാറും, നീ മക്കളെ പഠിപ്പിക്കും, നീ വിദേശത്ത് പോകുമെന്ന് നീ തള്ളി മറിച്ചിൽ കേട്ടിട്ടാണ് നിനക്ക് കൊണ്ടുവന്ന ആളുകളെ തള്ളുന്നത്. അതുകൊണ്ട് പരാതിപ്പെടും ആൾക്കാർ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ആളുകൾ വന്നിട്ട് നിന്നോട് പറയും ഞങ്ങൾക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം നീ ആളുകളടുത്ത് അടിച്ചു മാറ്റുന്ന പൈസക്ക് ആളുകൾക്ക് തിരിച്ചു പോയിക്കണ്ടേ നിന്നോട്? ഒട്ടനെ അവരെ പറഞ്ഞ് പറ്റിക്കുന്ന കണ്ടില്ലേ? ദൈവം നിങ്ങളെ നടത്തിയില്ലേ? ദൈവം എല്ലാരെയും നടത്തുന്നുണ്ട്, ഇവനെ മാത്രമല്ലല്ലോ നടത്തുന്നത്. കർത്താവ് എന്തിനെങ്കിലും അയ്യടാ വെള്ളക്കുറവും വരുത്തിയിട്ടുണ്ടോ? ഇവനെ പോയി പൈസ തള്ളി മറിച്ച് കൊടുത്തവരെല്ലാവരും കർത്താവിന് വല്ല കുറവും ഉണ്ടാക്കി കൊടുക്കാനല്ല ഇവന് പൈസ കൊടുത്തത് മുഴുവൻ ഇവന്റെ വാഗ്ദാനങ്ങൾ കേട്ടിട്ടാ. നിനക്ക് രോഗം മാറും, കടം മാറും, വീട് കിട്ടും, കാറ് കിട്ടും, മക്കളെ പഠിപ്പിക്കാൻ പറ്റും, വിദേശത്ത് പോകാൻ പറ്റും, 2 നില മാളിക പണിയാൻ പറ്റും, അത് പണിയാൻ പറ്റും, ഇത് പണിയാൻ പറ്റും എന്ന് പറഞ്ഞതിന്റെ പേരിലായി ഇവന് വേണ്ടിയിട്ട് ആളുകൾ മുഴുവനും പണം ഇട്ട് കൊടുത്തത്.
ഇപ്പം ആളുകൾ ചോദിക്കും, ഞങ്ങൾക്ക് വിടുതലൊന്നും ഉണ്ടായിട്ടില്ല, നീ പലവട്ടമായിട്ടും പറഞ്ഞ് തള്ളി മറിച്ചിട്ടും ഞങ്ങൾ അതുപോലെ തന്നെയാണ് കിടക്കുന്നത്, നീ മാത്രം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവൻ കോടികൾ ആസ്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ജനമേ, വിവരം കെട്ട സമൂഹമേ, ഈ വൃത്തികെട്ടവന്മാര് ഈ വൃത്തികെട്ട ഈ ചെറ്റകളെ താങ്ങിക്കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും പറയണം. ഏതെങ്കിലും മുസൽമാൻ പോവോ? എടാ, മുസൽമാന്റെ ജീവിതത്തിൽ കഷ്ടമില്ലേ? മുസൽമാന്റെ ജീവിതത്തിൽ പ്രയാസമില്ലേ? മുസൽമാന്റെ ജീവിതത്തിൽ ഭാരങ്ങളില്ലേ? അവൻ പോകുമോ ഇവന്റെ അടുത്ത് പോയിട്ട്? അവൻ പോകും അവന്റെ ഉസ്താദിന്റെ അടുത്ത്. അവിടെയും ഉണ്ട് ഇതുമാതിരി ഒത്തിരി ഉടായ്പകൾ. അത് അടുത്ത വീഡിയോക്കകത്ത് ഞാൻ കാണിക്കാം. പക്ഷേ ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും വഞ്ചിക്കപ്പെടുകയാണ്. ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും പീച്ചച്ചട്ടിക്കകത്ത് കൈയിട്ട് വാരുകയാണ് ഈ ചെറ്റകൾ. ജോലിക്കും കൂലിക്കും പോകാതെ ബൈബിളും കയ്യിലെടുത്ത് വെച്ചിട്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ വിടുവിക്കും, ദൈവം നിന്നെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു പറ്റിച്ച് ലാസ്റ്റ് അവന് ദശാംശം കുറഞ്ഞു പോയാൽ, അവന് സ്തോത്രക്കാഴ്ച കുറഞ്ഞു പോയാൽ പിന്നെ ഭീഷണിയുമാ. നിന്നെ അങ്ങനെ തട്ടിക്കളയുമടാ ഞാൻ, ഇങ്ങനെ ശപിച്ചു തള്ളിക്കളയുമടാ ഞാൻ. ഈ ഊളയ്ക്കുണ്ടായവനെ നിന്നോടാ പറയുന്ന, നീ ഒറ്റത്തന്തയ്ക്ക് ജനിച്ചവനാണെങ്കിൽ എന്നെ ശപിക്കടാ, കാണിച്ചു കൊടുക്കടാ നീ ജനത്തിനോട് മുമ്പില്. നീ ആരാണെന്ന് പറഞ്ഞ് തെളിയിച്ചു കൊടുക്ക്. നീയൊക്കെ പറയുന്ന സമയത്ത് പേടിച്ചു പോകുന്ന, അരണ്ടു പോകുന്ന ജനമാ ഇതിന് കാരണക്കാര്. ഇവനിതൊക്കെ പറയുന്ന സമയത്ത് ജനം പേടിക്കുകയാ. യോ, നമുക്ക് ദേവദാസനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നമ്മൾ, പിന്നെ ദേവദാസൻ ഇവന്റെ ഗുണ്ടയാണോ? എടാ, കർത്താവ് ഇവന്മാരുടെ ഗുണ്ടയാണോ? ഇവൻ പറഞ്ഞോണം വന്ന് അടിക്കാനും, ഇവൻ പറഞ്ഞ ഉടനെ വന്ന് ശിക്ഷിക്കാനും ഇവന്റെയൊക്കെ പോക്കറ്റിലിരിക്കുന്ന ഗുണ്ടയാണോ? ഇവൻ പറഞ്ഞാൽ കർത്താവ് സൗഖ്യപ്പെടുത്തും, അതുവരയ്ക്കും ഇങ്ങനെ ഇരിക്കും, കുപ്പിയിലിട്ട് വെച്ച ഭൂതം പോലെ. ഇവൻ തുറന്നു വിട്ട് സൗഖ്യം കൊടുത്താൽ മാത്രമേ കർത്താവിന് അറിയത്തുള്ളൂ, തുറന്നു വിട്ട് സാരൊക്കെ സൗഖ്യപ്പെടുത്തണമെന്ന്. അല്ലാത്തവർക്കൊന്നും സൗഖ്യം കൊടുക്കാൻ കർത്താവിന് അറിയത്തില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് സൗഖ്യം കൊടുക്കാൻ കർത്താവിന് അറിയത്തില്ല. ഇവൻ കുപ്പിയിലിട്ട് വെച്ചിരിക്കുന്ന ഭൂതത്തെ പോലെ കൊണ്ടു നടന്നിട്ട് ഇവന്റെ സഭയ്ക്കകത്ത് ഒരു പ്രത്യേക ഹോൾ എടുത്ത് ആ പ്രത്യേക ഹോളിലൊക്കെ കർത്താവ് വരത്തുള്ളൂ. നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്ന സാത്താൻ കുഞ്ഞുങ്ങളാണ് ഇവന്മാര്. ഇനിയെങ്കിലും മനസ്സിലാക്ക് മന്ദബുദ്ധി ജനമേ, ഇനിയെങ്കിലും കണ്ണു തുറക്ക്. ഇവന്മാരെ വിശ്വസിച്ച് ഇവന്മാര് പറയുന്ന വ്യാജത്തരത്തിൽ ഇവന്മാരോട് ദൈവം എന്താ പറഞ്ഞു? വലങ്കൈ കൊടുക്കുന്നത് ഇടങ്കൈ അറിയരുതെന്ന് പറഞ്ഞു. ഇവനാണെങ്കിൽ മന്ത്രി ഗണേശ് കുമാറിനെ കൊണ്ടുവന്നിട്ട് കുറെ തയ്യൽ മെഷീൻ നാട്ടുകാർക്ക് മുഴുവനും കൊടുക്കുന്നത് അങ്ങ് പരസ്യപ്പെടുത്തുകയാ. എടാ, ഇവൻ എങ്ങനെയാടാ ദൈവദാസനാകുന്നേ? എടാ, മന്ദബുദ്ധി ക്രിസ്ത്യാനിയെ, തലച്ചോറുണർന്ന് ചിന്തിക്കും. ഇവൻ എങ്ങനെ ദൈവദാസനാകും? കർത്താവിന്റെ വചനം പറയുന്നു വലങ്കൈ കൊടുക്കുന്നത് ഇടങ്കൈ അറിയരുതെന്ന് പറയുമ്പോൾ ഇവൻ മന്ത്രിയെ വിളിച്ചുകൊണ്ടുവന്ന് കൊട്ടിഘോഷിച്ച്, നിങ്ങൾ മനുഷ്യർക്ക് ദാനം ചെയ്യുമ്പോൾ നിങ്ങൾ മനുഷ്യരെ പോലെ, മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് എടുത്തു പറയുന്നു, നിങ്ങൾ മനുഷ്യർക്ക് ദാനം ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് മനുഷ്യർക്ക് നന്മ ചെയ്യുമ്പോൾ നിങ്ങൾ കാഹളം ഊതിക്കരുത്, നാട്ടുകാരോട് കൊട്ടിഘോഷിക്കരുത്. ഞാനിവിടെ ആൾക്കാർക്ക് നന്മ ചെയ്യുന്നുണ്ടേ, ഞാനിവിടെ ആൾക്കാർക്ക് ഇത് കൊടുക്കുന്നുണ്ടെന്ന് നീ കാഹളം കൊട്ടിഘോഷിക്കരുത്, നിന്റെ പ്രതിഫലം കിട്ടിപ്പോയി എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അതേ വചനം പ്രസംഗിച്ച് കയ്യിൽ കാശ് മേടിച്ച് നടക്കുന്നവൻ അതേ വചനത്തിന് വിരോധമായി ചെയ്തിട്ടാവും പറയും ഞാൻ അപ്പോസ്തലൻ. ഈ കള്ള അപ്പോസ്തലന്മാരെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകത്തിൽ ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലൻ അല്ലാതിരിക്കെ, അപ്പോസ്തലന്മാരെന്ന് പേര് പറഞ്ഞവന്മാരെ നീ കള്ളന്മാരെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോസ്തലൻ അല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പേര് പറഞ്ഞവരെ നീ കള്ളന്മാരെന്ന് തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇവൻ നാട്ടുകാരെ പറ്റിക്കുന്ന എന്ത് പറഞ്ഞിട്ടാ? ഞാൻ അപ്പോസ്തലൻ എന്ന് പറഞ്ഞിട്ടാ. അപ്പോസ്തലൻ ഇവൻ എവിടത്തെ അപ്പോസ്തലനാടാ? എടാ, നാട്ടുകാരെ മുഴുവനും പറ്റിക്കാൻ, അവരെ വഞ്ചിച്ച് കാശ് മേടിക്കാൻ ഞാൻ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നു നാട്ടുകാരെ കാണിച്ചുകൊണ്ട് ആ വഴിക്ക് പൈസ വിടുങ്ങാൻ ഇവൻ നടത്തുന്ന വ്യാജ പരിപാടിക്ക്, വ്യാജ അക്കൗണ്ടിന് ദൈവത്തെ കൂട്ടുപിടിച്ചിട്ട് ഇവൻ ചെയ്യുമ്പോൾ അവന്റെ കാൽമൂട്ടിലിരുന്ന് സ്തോത്രവും ആമേനും പറയുന്ന ഓരോരുത്തരോടും ഞാൻ പറയുക, ഇന്ന് അവൻ പറഞ്ഞതല്ല ഞാൻ പറയാൻ പോകുന്നത്. നിന്നെയൊക്കെ കാലേ വാരി ദൈവം നിലത്തടിക്കും. ദൈവനാമത്തിനൊക്കെ നീയൊക്കെ ചതിക്കാൻ കൂട്ടു നിൽക്കുന്നത് കൊണ്ട്. മനസ്സിലായോ? അവന്റെ മൂടും താങ്ങിക്കൊണ്ട് ഞാൻ യെരുശലേമിൽ നിന്നുകൊണ്ട് നിന്നെയൊക്കെ പറയുക, ദൈവം നിന്റെയൊക്കെ കാലേ വാരി നിന്നെയൊക്കെ അടിക്കും. ചേറ്റകളെ,
ഈ വൃത്തികെട്ടവന്മാർ ദൈവവചനം കയ്യിലെടുത്തുകൊണ്ട് ദൈവവചനത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ പറ്റിച്ച് അവന്റെ അണ്ടഘടാകങ്ങൾ വളർത്തിയെടുക്കാൻ, അവന് വീടുണ്ടാക്കാൻ, അവന് കാറുണ്ടാക്കാൻ, അവന് വസ്തു ഉണ്ടാക്കാൻ, അവന് പുരയിടങ്ങൾ ഉണ്ടാക്കാൻ, അവൻ ജെറ്റ് ഫ്ലൈറ്റിൽ പറന്ന് നടക്കാൻ, അവനെല്ലാ സുഖ സൗകര്യങ്ങളിലും ആഡംബരത്തിനും പുളഞ്ഞു ജീവിക്കുവാൻ വേണ്ടിയിട്ട് ഉണ്മാനും ഉടുക്കുവാനും മതിയെന്ന സുവിശേഷ പ്രവർത്തകനെ കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഉണ്മാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതിയെന്ന സുവിശേഷ പ്രവർത്തകന്മാരെ കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇവന്മാർ ആഡംബരത്തിൽ പുളച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ വചനത്തെ വിറ്റ് കാശാക്കുമ്പോൾ അവന്റെ മൂട്ടിന്റെ താഴെ പോയിരുന്ന ആമേൻ പറയുന്ന കൂതറകളോടും ഞാൻ പറയുക, നീയൊക്കെ അടി കൊണ്ട് അവന് കൊടുക്കുന്ന അടിയുടെ ബാക്കിയൊക്കെ നിനക്കാ കിട്ടാൻ പോകുന്നത് കർത്താവിന്റെ കയ്യിൽ നിന്ന്. കാരണം കൂട്ടു നിൽക്കുന്നത് കൊണ്ടാ. മനസ്സിലായോ? നീയൊക്കെ അവന് കൂട്ടു നിൽക്കുന്നില്ലേ? ഇമാതിരിയുള്ള ചെറ്റകളെ ഇന്ന് സമൂഹത്തിൽ വളരാൻ വിട്ടതൊക്കെ നിന്നെപ്പോലുള്ള തറകളാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. മനസ്സിലായോ? നിന്നെപ്പോലുള്ള തറകളാണ് ഈ ക്രിസ്ത്യാനികളെ ഇങ്ങനെ ചൂഷണത്തിനിരയാക്കി കൊടുക്കുകയാണ് നിങ്ങൾ. ഇവന്മാരുടെ പുറകെ പോകുന്നവന്മാർ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, IAS-കാരുണ്ട്, മന്ത്രിമാരുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. ഈ വിദ്യാഭ്യാസവും ഉന്നതിയും സമ്പത്തും ഉള്ളവന്മാർ ഇവന്മാരുടെ പുറകെ പോകുമ്പോൾ പാവപ്പെട്ടവൻ എത്രയധികം വഞ്ചിക്കപ്പെടും. പാവപ്പെട്ടവൻ നോക്കുമ്പോഴത്തേക്കും അയ്യോ മന്ത്രിമാര് പോകുന്നുണ്ട്, അയാൾ ദേവദാസനായതുകൊണ്ടല്ലേ. ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ സഭയിൽ പോകുന്നുണ്ട്, അയാൾ ദേവദാസൻ. ഡോക്ടർ ആയതുകൊണ്ട് അവൻ ബുദ്ധി ഉണ്ടാകണമെന്നില്ല, അവൻ മരക്കഴുതിയായിരിക്കും, പൊട്ടനായിരിക്കും. അവൻ ഡോക്ടർ ആയതുകൊണ്ട് അവൻ ബുദ്ധിയുള്ളവനെന്ന് പറയാൻ പറ്റുമോ? അല്പം പോലും ലോജിക്കായി ചിന്തിക്കാൻ അറിയാത്ത വിവരം കെട്ടവൻ ഡോക്ടർ ആയാലെന്താ, എഞ്ചിനീയർ ആയാലെന്താ, അവൻ പഠിപ്പിച്ചായാലെന്താ, എന്തായാലെന്താ? അവന്റെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാൻ കഴിയാത്തവനാണെങ്കിൽ അവൻ എന്തായാലെന്താ? ദൈവം അനുഗ്രഹിക്കും, ദൈവം അനുഗ്രഹിക്കും, ദൈവം നിനക്ക് വീട് തരും, ദൈവം നിനക്ക് കാർ തരുമെന്ന് ഇവൻ മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ഈ മനുഷ്യർക്ക് തിരിഞ്ഞു ചോദിച്ചൂടെ? എന്നാ പാസ്റ്റർ ദൈവമല്ലേ അനുഗ്രഹിക്കേണ്ടത്, ഞങ്ങൾ എന്തിനാ പാസ്റ്റർക്ക് തരുന്നതെന്ന് ചോദിക്കാൻ അറിയത്തില്ല? സ്വന്തം സഭ വളർത്താൻ ദൈവത്തിന് അറിയത്തില്ല. സഭ വളർത്തണമെങ്കിൽ, സഭ പണിയണമെങ്കിൽ, സുവിശേഷീകരണം നടക്കണമെങ്കിൽ ദൈവത്തിന് തെണ്ടണം. എന്നിട്ട് ആ ദൈവം തന്നെ മനുഷ്യർക്ക് ഓഫർ കൊടുക്കുകയാണ്, നിങ്ങളെ അനുഗ്രഹിക്കാവുന്ന. ഇത് എവിടുത്തെ ന്യായമാണ്? മനുഷ്യജനമേ, മണ്ടന്മാരെ, തലച്ചോറുണർന്ന് ചിന്തിക്ക്. ഇവന്മാര് പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാ പറഞ്ഞു പഠിപ്പിക്കുന്നത്? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ വിടിവെക്കും, ദൈവം നിങ്ങൾക്ക് വീട് തരും, ദൈവം നിങ്ങൾക്ക് കാർ തരും, ദൈവം നിങ്ങൾക്ക് സകലവിധ നന്മയും തരും, ദൈവം നിങ്ങൾക്ക് രോഗം മാറ്റിത്തരും, കട മാറ്റിത്തരും, അത് മാറ്റിത്തരും, ഇത് മാറ്റിത്തരും, സകലവിധ സമ്പത്തും നിങ്ങളിൽ കൊണ്ടെത്തിക്കും ദൈവം. ഇതൊക്കെ പറഞ്ഞിട്ടാ പറയുന്നത് ദൈവത്തിന് ഭിക്ഷ കൊടു, ദൈവത്തിന് ദശാംശം കൊടു, ദൈവത്തിന് സ്തോത്രക്കാഴ്ച കൊടു. കാരണം ഇവൻ ദൈവമായിട്ട് സംസാരിക്കുന്നില്ല. ഇപ്പൊ ദൈവത്തിന്റെ സ്വരം നിങ്ങൾ കേട്ടില്ലേ? ഇവൻ നേരത്തെ പറഞ്ഞ സ്വരം, ഈ സ്വരത്തിൽ ആ ദൈവം ഇവനോട് സംസാരിക്കുന്നത്. അക്കൗണ്ട് നമ്പറൊക്കെ ഇവന് കൊടുത്തിട്ടുണ്ട്. ഇവന് കിട്ടുന്ന സ്തോത്രക്കാഴ്ചയും ദശാംശവും നേരെ ഇവൻ ദൈവത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കും. കാരണം അവിടെ കർത്താവിന്റെ അക്കൗണ്ട് കാലിയായിട്ട് കിടക്കുക. ഇവന് കൊടുത്തിട്ട് വേണം നിങ്ങൾ കർത്താവിന്റെ അക്കൗണ്ട് നിറയ്ക്കാനായിട്ട്. ഇവനെപ്പോലുള്ളവന്മാർക്ക് ഊളകൾക്ക് നിങ്ങൾ കൊടുത്തു വേണം കർത്താവിന്റെ ഖജനാവ്. കാരണം പിണറായിയുടെ ഖജനാവിനേക്കാളും കഷ്ടമായി കിടക്കുക കർത്താവിന്റെ ഖജനാവ്. ഇപ്പം പൂച്ച പെറ്റ് കിടക്കുക ദൈവത്തിന്റെ ഖജനാവ്. ഭയങ്കര കഷ്ടമാണ്. അതുകൊണ്ട് കർത്താവിന് നിങ്ങളെ അനുഗ്രഹിക്കാനുള്ള പൈസകളില്ല മക്കളെ, സഹോദരങ്ങളെ. കർത്താവിന് നിങ്ങളോട് തെണ്ടി ഭിക്ഷയെടുത്ത് നിങ്ങളൊക്കെ കർത്താവിന്റെ അക്കൗണ്ട് നിറച്ചു കൊടുക്കണം ആദ്യം അങ്ങോട്ട്. അപ്പൊ കർത്താവ് അക്കൗണ്ട് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ദൂതന്മാരോട് പറയും, എത്ര കോടി വന്നിട്ടുണ്ട് അക്കൗണ്ടിനകത്തോട്ട്? അത് കർത്താവെ ഒരു 100 150 കോടിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ തൽക്കാലം. എന്നാ ഒരു കാര്യം ചെയ്തോ, ആ 100 150 കോടിക്കകത്ത് ഒരു 50 കോടി ഇപ്പം അനുഗ്രഹിച്ചാൽ മതി, ബാക്കി 100 കോടി ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കിടക്കട്ടെ, അടുത്ത റൗണ്ടിൽ ഒരു 100 കോടി കൂടി വരുമല്ലോ, വരട്ടെ. അങ്ങനെ കർത്താവ് അക്കൗണ്ട് നിറച്ച് അതിൽ കുറച്ച് അനുഗ്രഹം കൊടുക്കും, പിന്നെയും അക്കൗണ്ട് നിറയ്ക്കും, കുറച്ച് അനുഗ്രഹം കൊടുക്കും, അക്കൗണ്ട് നിറയ്ക്കും, കുറച്ച് അനുഗ്രഹം കൊടുക്കും, അക്കൗണ്ട്. അങ്ങനെ കർത്താവിന്റെ ഖജനാവ് നിറച്ചിട്ട് വേണം നിങ്ങൾ മൊത്തത്തിൽ വാരി എങ്ങനെ കർത്താവിനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. കർത്താവിന്റെ നാമം പറഞ്ഞ് ഇമാതിരി ചെറ്റത്തരവും മൂളത്തരവിടെ നിനക്കൊക്കെ പറ്റിക്കണമെങ്കിൽ എത്രയോ നാമങ്ങളുണ്ടടാ വിവരം കെട്ടവന്മാരെ. നീയൊക്കെ ഉപയോഗിക്കുന്ന നാമം എന്തുമായിട്ട് പോട്ടെ, നീ ഉപയോഗിക്കുന്ന ബൈബിളിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിനക്ക് എത്രയോ പുസ്തകങ്ങളുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, മഗ്ദലനാക്കാരത്തിയുടെ മറിയുടെ സുവിശേഷം എടുത്തു വെച്ച് പഠിപ്പിച്ചോ. തോമസിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇറങ്ങിയിട്ടുണ്ട്, അതെടുത്ത് വെച്ച് പഠിപ്പിച്ച് നീ പണം ഉണ്ടാക്ക്. ഹാനോക്കിന്റെ പുസ്തകം എന്ന് ഇറങ്ങിയിട്ടുണ്ട്, അതിനെ വെച്ച് നീ പണം ഉണ്ടാക്ക്.
അപ്പോൾ കത്തോലിക്ക സഭ ഉണ്ടാക്കിയിരിക്കുന്ന 7 കാനോനിക പുസ്തകങ്ങളുണ്ട്. അത് വെച്ചിട്ട് നീ വിറ്റ് കാശുണ്ടാക്കി പണം ഉണ്ടാക്ക്. നീ എന്തിനാ ദൈവവചനം എന്ന് പറയുന്ന ഇസ്രായേൽ മക്കൾക്ക് ദൈവം തോറ ഇറക്കിക്കൊടുത്ത ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത പുസ്തകവും കയ്യിലെടുത്ത് വെച്ചിട്ട് ഇസ്രായേലിന്റെ ദൈവത്തിനെ പരിഹസിക്കുന്ന രീതിയിൽ ആ ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം എടുത്തു വെച്ച് ജനങ്ങളെ നീ പറഞ്ഞു പഠിപ്പിച്ച് പറ്റിച്ചിട്ട് നീയൊക്കെ കാശുണ്ടാക്കി നിന്റെയൊക്കെ വൺമാളികകളും മണിമാളികകളും പണിയാൻ വേണ്ടിയിട്ട് നീ പണിയുന്നതും പോരാ, ഭീഷണിയും കൂടി ഇപ്പൊ ഭീഷണിയും കൊണ്ട് ഇറങ്ങിയിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് ഭീഷണിയും കൊണ്ട് ഇറങ്ങിയിരിക്കുക. അപ്പൊ ജനങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ്. ഇവിടെ ക്രിസ്ത്യാനിയും ഹിന്ദു എന്തുകൊണ്ട് RSS രംഗത്ത് വന്നത്? ഇതുപോലെ വൃത്തികെട്ടവന്മാർ ഹിന്ദുക്കളുടെ പണമാണ് അപഹരിച്ച് അവന്മാർ പണക്കാരന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ KP യോഹന്നാൻ എന്ന് പറയുന്നവൻ ഒരുത്തനിറങ്ങി, ഈ ടിനു ജോർജ് എന്ന് പറയുന്നവൻ ഇറങ്ങിയിരിക്കുന്നു. ഇവരെല്ലാം ടാർഗറ്റ് ചെയ്യുന്നത് ഹിന്ദുക്കളെയാണ്, ഹിന്ദുക്കളുടെ ഇല്ലായ്മയാണ്. ഇവന്റെയൊക്കെ ചർച്ചയിൽ പോകുന്നവരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. 3/4 ഭാഗവും ഹിന്ദുക്കളായിരിക്കും, ഏറ്റവും താഴേക്കടയിൽ കിടക്കുന്നവരായിരിക്കും. അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള അവരുടെ ആഗ്രഹവും വ്യഗ്രതയും കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഇമാതിരി ഇവന്മാരും കൊടുക്കുന്ന പരസ്യ പ്രചരണത്തെ കണ്ട് ആകർഷിച്ച് അവിടേക്ക് ഓടുന്നത്. അത്ഭുത രോഗശാന്തി, അത്ഭുത വിടുതൽ, അത്ഭുത സൗഖ്യം എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെക്കുന്നത് കാണുമ്പം എങ്ങനെയെങ്കിലും അനുഗ്രഹം ഉണ്ടാകണം, എങ്ങനെയെങ്കിലും കഷ്ടത മാറണം, എങ്ങനെയെങ്കിലും ദാരിദ്ര്യം മാറണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ ഓട്ടോമാറ്റിക്കലായിട്ട് ഈ ഒരു വഴിയും കണ്ടെത്തിപ്പോകും. പല വഴികൾ പരീക്ഷിച്ച് നോക്കിയവന് അവസാനം അവൻ ചിന്തിക്കും ഈ വഴിയിലും ഒന്ന് പോയി നോക്കാം എന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ മുഴുവനെയും മൈൻഡ് കൺട്രോൾ ചെയ്യുകയാണ് ഇവന്മാർ ചെയ്യുന്നത് ആദ്യമേ തന്നെ. അതെങ്ങനെയാ കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ മ്യൂസിക്കിലൂടെ, മ്യൂസിക് തെറാപ്പിയിലൂടെ അവിടേക്ക് കയറി ചെല്ലുമ്പോൾ ഡ്രം ഇട്ടും അതിട്ടും മ്യൂസിക് ഇട്ട് പാട്ടുകൾ പാടുന്ന സമയത്ത് അവിടുത്തെ അന്തരീക്ഷത്തെ അവന്മാരൊരു പ്രത്യേക തരത്തിലേക്ക് അവരുടെ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അവരുടെ മൈൻഡുകൾ കൺട്രോൾ ചെയ്യപ്പെടുന്ന ലെവലിലേക്ക് ആക്കുന്നു. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ എന്ത് ചെയ്യുന്നു? ആ സമയത്ത് അവരുടെ കോൺഷ്യസ് മൈൻഡ് മങ്ങിപ്പോകുന്നു. സബ് കോൺഷ്യസ് മൈൻഡിലൂടെ അവന്മാർ നടത്തുന്ന ഒരു ട്രിക്കാണ് ഈ ട്രിക്ക്. ഇതൊന്നും മനസ്സിലാക്കാതെ പോട്ടന്മാരെ പോലെ ഇവന്മാരുടെ മുമ്പിൽ പാവം ജനം പോയി നിന്നു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഭിക്ഷാടന മാഫിയ കൊള്ളയടിക്കുന്നതിനേക്കാളും കഷ്ടമായിരുന്നു കൊണ്ട് കൊള്ളയടിക്കുമ്പോഴും വൃത്തികെട്ട സമൂഹമേ നീ തിരിഞ്ഞു ചോദിക്കുന്നുണ്ടോ? നീ തിരിഞ്ഞു ചോദിക്കുന്നുണ്ടോ? നട്ടലുള്ളവന്മാർ എണീറ്റ് ചോദിക്കുന്നുണ്ടോ ഇതിനെക്കുറിച്ച്? ഭിക്ഷാടന മാഫിയ കൊള്ളയടിക്കുന്ന, ഭിക്ഷാടന മാഫിയ കൊള്ളയടിക്കുമ്പോൾ എങ്ങനെ കൊള്ളയടിക്കും? ഈ ഭിക്ഷാടന മാഫിയ കൊള്ളയടിക്കുന്ന സമയത്ത് ഒരു കൊച്ചിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ കണ്ണും അതിൻ്റെ കൈയും ചൂഴ്ന്നെടുത്തിട്ട് അതിനെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്നിരുത്തി അമ്മാ തായേ പസിക്കതേ പിച്ച പോടമ്മ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഭിക്ഷാടന മാഫിയ പുറകിലുണ്ടെന്നറിയാതെ ആ കൊച്ചിനെ കാണുന്നവർക്ക്, ആ കൊച്ചിനോട് പരിതാപമുള്ളവൻ ആ കൊച്ചിനിട്ട് കൊടുക്കുന്ന കാശ് ആ കൊച്ചിനാണോ പോയി ചേരുന്നത്? ആ കുഞ്ഞിനാണോ അത് പോയി ചേരുന്നത്? അല്ല. പിന്നെയോ ആ കാശ് പോയി ചേരുന്നത് ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൊച്ചിനെ വെച്ച് ഭിക്ഷ എടുക്കുന്ന ഭിക്ഷാടന മാഫിയയ്ക്ക് പോയി ചേരുകയാണ്. അവന്മാർ കോടീശ്വരന്മാരെയാകുകയാണ്. പാവം കുഞ്ഞിന് കിട്ടുന്നത് ഒരു നേരത്തെ ആഹാരം പോലും ഇല്ല. കാരണം കുഞ്ഞ് തഴച്ചു വളർന്ന് നല്ലതുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവന് ഭിക്ഷ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മനഃപൂർവ്വം ആ കുഞ്ഞിനെ പട്ടിണിക്കിട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് ഈ ഭിക്ഷാടന മാഫിയയുടെ വേറൊരു വെർഷനാണ് ഇന്ന് കർത്താവിന്റെ പേരിൽ നടക്കുന്ന കച്ചവടം. ക്രൂശിക്കപ്പെട്ട കർത്താവിനെ കൊണ്ടുവന്ന് മുൻപിൽ നിർത്തും. എന്നിട്ട് കർത്താവ് ഇങ്ങനെ ക്രൂശിച്ച് 2 കൈയിലും ആണിയും അടിച്ചു വെച്ചിരിക്കുകയാണല്ലോ, ഇറങ്ങി ഓടാൻ പറ്റത്തില്ലല്ലോ. എന്ന് കൊണ്ടുവച്ചിട്ട് പറയും, ഓ നിങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി വന്ന രക്ഷകനായ കർത്താവിന്റെ രക്തത്താൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്, നിങ്ങൾക്ക് വിടുതലുണ്ട്, നിങ്ങളുടെ കഷ്ടങ്ങൾ മാറും, നിങ്ങളുടെ രോഗങ്ങൾ മാറും, നിങ്ങളുടെ ദാരിദ്ര്യങ്ങൾ മാറിപ്പോകും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കർത്താവിന് കൊടുക്കുവാൻ തക്കവണ്ണം തയ്യാറായിക്കൊള്ളുക. നിങ്ങൾ കർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് 100 മടങ്ങ് അങ്ങ് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ട് കർത്താവിനെ അങ്ങ് കൊണ്ടുവന്നങ്ങ് മുന്നിൽ നിർത്തിയിട്ട് അമ്മാ തായേ എന്ന് പറഞ്ഞ് പിച്ച എടുക്കും. ഭിക്ഷ എടുക്കുമ്പോ സാധാരണ ഭിക്ഷയൊന്നുമല്ല. കഴുത്തിലുള്ളത് താ, കാതിലുള്ളത് താ, അവിടെയുള്ളത് താ എന്ന് പറഞ്ഞിട്ട് കഴുത്തിലും കാതിലും അവിടെയും ഇവിടെയും ഉള്ളത് താ എന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റ്, അത്രയ്ക്കും നിർഗിഷ്ടമായിട്ടാണ് ഇവന്മാര് ഭിക്ഷ എടുക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ജനം വഞ്ചിക്കപ്പെടുകയാണ്.
ജനം വഞ്ചിക്കപ്പെടുകയാണ്. കഴുത്തിലുള്ളതും ഒരു മിനിറ്റ്. உருவாக்க வேண்டும். நம்பர் 2, குடும்பத்தை நிர்மூலமாக்குங்கள் ஆண்டவரே. அவன் ஏவி கொடுத்து இந்த வீட்டை நாசமாக்கி கொண்டிருக்கிறான் ஆண்டவரே. நம்பர் 1, பூமியை உருவாக்க வேண்டும். நம்பர் 2, ஜேசிரதியின் அண்ணன் குடும்பத்தை நிர்மூலமாக்க வேண்டும். പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ടോ? ആ പെണ്ണുമ്പിള പ്രാർത്ഥിച്ചതാ, ആ കുടുംബത്തെ അങ്ങ് നശിപ്പിക്കണേ കർത്താവേ, ഞങ്ങളെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത കുടുംബത്തെ അങ്ങ് നശിപ്പിക്കണേ കർത്താവേ. நமக்கு இந்த வேதாகமத்தின் மூலமாக நான் கூறுவது அவ்வளவு உண்மை ஆண்டவரே. கண்ணனும் செல்லாமல் போவது அந்நியார் ஒளிவார்கள் ஆண்டவரே. கண்ணன் கொண்டாட்டி அந்நியார் ஒளிவார்கள் ஆண்டவரே. கண்ணை மட்டுமல்ல, கண்ணை கொண்டாட்டியையும் ஜேசிரதிக்காக அடியோடு ஒழிக்க வேண்டும். കണ്ണനെയും കണ്ണന്റെ പൊണ്ടാട്ടിയെയും എന്ത് ചെയ്യണം? അടിയോടെ ഒളിക്ക വേണ്ടും. അവന്റെ പ്രാർത്ഥന പോലത്തെ പ്രാർത്ഥനയുടെ വേറൊരു വേർഷനാ. അതായത് നീ ദശാംശം കൊടുത്തില്ലെങ്കിൽ, നിന്നെ സ്തോത്രക്കാഴ്ച തന്നില്ലെങ്കിൽ ദൈവം നിന്റെ നന്മയെ അടച്ചു കളയും, ദൈവം നിന്നെ അങ്ങ് ഒരു പാഠം പഠിപ്പിക്കുപടി എന്ന് പറഞ്ഞുള്ള ഭീഷണിയുടെ വേറൊരു വെർഷനാണ് അവന്റെ കുടുംബത്തെ നശിപ്പിക്കണേ കർത്താവേ. சத்யா ஏஜென்சி எனக்கு மொத்தத்துல அந்த குடும்பம் உருப்படாம போனா அதான் ஏன் லட்சியம். ஆண்டவரை வச்சு ஒரு பக்கம் சூனிய வைக்கிறானுங்க, இன்னொரு பக்கம் அவர் பேரை வச்சு காசு சம்பாதிக்கானுங்க. ஆண்டவர் ஏன் கடவுளை மட்டும் தான் வந்தாரு. நீ என்ன பண்ற? ஊர்ல எல்லார்கிட்டையும் காசு வசூல் பண்ணி ஒரு காலேஜ் கட்டுன்னு சொன்னாரு. நீ கூட்டத்துக்கெல்லாம் வந்து போறதுக்கு ரொம்ப கஷ்டப்படுற, அதனால இன்னொரு பஸ்ல போட்டு ஒரு கார் வாங்கிக்கன்னு சொன்னாரு. ஆண்டவரோட பேரை பயன்படுத்தி ஊருக்குள்ள பல ஸ்கேம் நடந்துகிட்டு இருக்கு. அப்படிப்பட்ட ஸ்கேமையும் இதையெல்லாம் பண்ற ஃபேக் பாஸ்டர்ஸையும் தான் இன்னைக்கு வீடியோல வச்சு செய்யணும். வாங்க வீடியோக்குள்ள போலாம். നമുക്ക് അടുത്ത ஆளு. நிழல்லதான் பேய் ஓடுன்னு ஒருத்தர் சொல்றாரு. என் நிழல்ல இன்னைக்கு பேய் ஓடும். വന്നു. போய் நாங்க தங்குறதுக்கே கஷ்டப்பட்டுக்கிட்டு இருந்தோம், ஆண்டவர் எங்களுக்கு ஒரு வீடு வாங்கி கொடுத்தாருன்னு சொல்றாங்க. ஹோட்டல்ல நாட்கள் தங்கியிருந்தோம். லோன் எடுத்து ஒரு அழகான வீட்டை வாங்கும்படி கர்த்தர் செய்தார். நான் ஊதி விட்டாலே எப்பேற்பட்ட நோயா இருந்தாலும் குணமாயிரும். இப்பயே வித்தியாசமா மக்களை ஏமாத்துறதுக்கு கிளம்பி இருக்காங்க. பாருங்க, இன்னொரு 5-6 வருஷத்துல ஊழியங்கள்லாம் வேற லெவல்ல இருக்க போகுது. ஓஹோ, எப்படி? சும்மா அந்த ஊழியக்காரங்க பஸ்ல வந்துட்டு கார்ல போறதெல்லாம் நிக்க போகுது. பிரைவேட் ஜெட் எல்லாம் வாங்க போறோம். ஆமா, வாங்குவீங்கல்ல. ഊളിയക്കാരൊക്കെ ബസ്സിലും കാറിലൊക്കെ വരുന്ന നിന്നിട്ട് പ്രൈവറ്റ് ജെറ്റിൽ ഇനി പറന്നു വരുമെന്ന് കുറച്ച് ദിവസം കൂടി കഴിയുക. കാരണം ഞങ്ങൾ വെർഷനായിട്ട് പറ്റിക്കുമല്ലോ ജനങ്ങളെ. നമ്മളിനി അതായത് നമ്മൾ വെറൈറ്റി ആയിട്ടാണ് ഞങ്ങൾ പറ്റിക്കാൻ പോകുന്നത് ആൾക്കാരെയൊക്കെ. അതുകൊണ്ട് ഞങ്ങളിനി പ്രൈവറ്റ് ബസ്സിലും കാട്ടോയിലും വണ്ടിയിലൊക്കെ പോകുന്നതൊക്കെ നിർത്തിയിട്ട് ഞങ്ങളിനി ജെറ്റ് ഫ്ലൈറ്റുകളിലൊക്കെ പോയാ പറ്റിക്കാൻ പോകുന്നത്. പാവപ്പെട്ട മനുഷ്യനെ പിരിഞ്ഞ് കാശെടുക്കുമ്പോഴത്തേക്കും ദശാംശവും സ്തോത്രക്കാഴ്ച എന്ന് പറഞ്ഞൊക്കെ അടിച്ചു മാറ്റുന്ന സമയത്ത് പിന്നെ നിങ്ങൾ പ്രൈവറ്റ് ജെറ്റ് അല്ല അതിനേക്കാളും കൂടിയ സാധനങ്ങൾ വാങ്ങിക്കുമല്ലോ. என்ன நீங்க எது வேணாலும் திட்டுங்க, ஆனா என் தம்பியை மட்டும் திட்டாதீங்க. தேவதூதன் அனுப்பிய தேவதூதன். முதல்ல குடு, ஆண்டவர் கொடுப்பார். நீ ஓடிடுவ. എനിക്ക് നിറയെ തേവ ഇருக்கு പാസ്റ്റർ എന്ന് പറഞ്ഞൊരുത്തം വന്ന് കരയുമ്പോൾ അവനോട് പാസ്റ്റർ പറഞ്ഞ ഡയലോഗാ, നീ കർത്തർക്ക് കൊടു അപ്പൊ കർത്തർ ഉനക്ക് തരേടാ. കർത്താവിന് നീ കൊടുത്താലേ കർത്താവ് നിനക്ക് തരുമെങ്കിൽ പിന്നെ കർത്താവിന്റെ അടുത്ത് പോയി നീ എന്തിനാ കരയുന്നേ? നിന്റെ കയ്യിലിരിക്കുന്ന സാധനം വെച്ച് നീ അങ്ങ് തിന്നാ പോരെ, ജീവിച്ചാ പോരെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എടാ, കർത്താവിന്റെ കയ്യിലിരിക്കുന്ന സാധനം വെച്ച് നീ പാസ്റ്റർ പറഞ്ഞ ഡയലോഗ് കേട്ടില്ലേ? பாஸ்டர், நான் ரொம்ப கஷ்டத்தில் இருக்கிறேன் பாஸ்டர், நான் என்ன செய்யணும் பாஸ்டர்? நீ கர்த்தருக்கு கொடு, കർത്തർ ഉനക്ക് തരുവാൻ. ഇടാ, നീ കർത്താവിന് കൊടുത്തിട്ട് കർത്താവ് നിനക്ക് തരുന്നതിനേക്കാൾ നീ കർത്താവിന് കൊടുത്ത കാശ് വെച്ച് നീ അങ്ങ് ജീവിച്ചാ പോരെ. അതിന് നീ കർത്താവിന്റെ അടുത്ത് പോയി നിന്നെ കൊടുക്കാതിരിക്കുന്നേ. அப்ப நாங்க ஆண்டவர்கிட்டே கொடுத்துக்கிறோம். எடுக்கிறத எவ்வளவு ஸ்டைலா எவ்வளவு மாடர்னா எடுக்கிறாங்கன்னு மட்டும் பாருங்களேன். விசிறித்தனம். ഭിക്ഷ എടുക്കുന്നത് എത്ര സ്റ്റൈലായിട്ട് എത്ര മോഡേണായിട്ട് അവര് ഭിക്ഷ എടുക്കുന്നത് നോക്കിയേ.
നേരത്തെ മറ്റവും ഭിക്ഷ എടുത്തില്ലേ, ടിനു ജോർജ്, ആ പറ്റ്ന ചേറ്റ. എങ്ങനെ ഇത്ര മോഡേണായിട്ടാ? കർത്താവിന് ദാമത്തിന് നിങ്ങൾ കൊടുക്കരുതെന്ന്, നിങ്ങൾ ദശാംശവും കാഴ്ചയും കൊടുക്കരുതെന്ന് ആരെങ്കിലും ഇവിടെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറുന്നത് പോലെ, ഞാൻ പറഞ്ഞാൽ രോഗങ്ങൾ മാറുന്നത് പോലെ, ഞാൻ പറയുന്നു നിന്റെ വീട്ടിലെ നന്മകൾ ഞാൻ മുടക്കിക്കളയും എന്ന് പറഞ്ഞ് പറ്റിച്ച് കാശുണ്ടാക്കുന്നതിന്റെ വേറൊരു വർഷം ഭിക്ഷ എടുക്കുകയാണ്. அது 1 கிராமா இருக்கலாம், இல்ல 1/2 கிராமா இருக்கலாம். பாஸ்டர் எனக்கு தங்கம் இல்ல, பணத்தை போடு. ஆமா கைஸ், അതായത് അവൻ ചോദിക്കുക, നീ കർത്തർക്ക് 1/2 ഗ്രാം കൊടുക്കാം, 1 ഗ്രാം സ്വർണം കൊടുക്കാം, നിനക്ക് എത്രയാണോ കൊടുക്കാൻ പറ്റുന്നത് അത്രയും കൊടുക്ക്. അപ്പോൾ ഒരാൾ പറയുകയാണ്, പാസ്റ്റർ എന്നിട്ട് തങ്കമില്ല, അതായത് സ്വർണ്ണമില്ല, അപ്പൊ പണത്തെ കൊടു, അപ്പൊ നീ പണം ഇടണമെന്ന്. നോക്കിക്കോണ്ടേ, காதுல மூக்குல என்ன கறக்குதோ கலெக்ட் ஊட்டியில போட்டு போய் பிச்சை எடுங்க. அதை பிரைவேட் ஜெட் வாங்கிட்டோம். எனக்கான முன்னேற்றம் தானே. அப்ப நீ மக்கள் கண்டிப்பா போடல? அது நான் போடவே இல்லை. எனக்கு தான் முன்னேற்றம். முன்னேற்றம் கோயில் ஒண்ணு இல்ல பாஸ்டர், செக்க போடு. ஒண்ணுமே இல்ல பாஸ்டர், நீயே காணிக்கப்பட்டிருக்கல விழுந்துரு. அவன் இன்னும் திருத்தலாமா? காணிக்கிறது அவங்களா போடணும். പാസ്റ്ററിന്റെ ഭിക്ഷ എടുക്കുന്ന വേർഷൻ നോക്കിക്കോണേ. നീ 1 ഗ്രാമോ 2 ഗ്രാമോ സ്വർണ്ണം ഇട് കൊണ്ടുവന്ന്. നിനക്ക് 2 ഗ്രാം 1 ഗ്രാം സ്വർണം ഇല്ലെന്നാണോ നീ കരയുന്നത്? എന്നാ പണം ഇട്. നീ പണം ഇല്ലെന്നാണോ കരയുന്നത്? അന്ന് ചെക്ക് എഴുതിയിട്. നീ ചെക്കും ഇല്ലെന്നാണോ നീയെ വന്ന് കാണിക്കപ്പെട്ടിക്കാത്തൊന്ന് വീഴണമെന്ന്. എങ്ങനെയുണ്ട്? അതായത് നീ അടിമ സേവനം സേവയായിട്ടെങ്കിലും അടിമയായിട്ടെങ്കിലും സേവനം ചെയ്യണമെന്ന്. இப்பெல்லாம் 10 ரூபாய் 20 ரூபாய் எல்லாம் காணிக்க கிடையாது. போட்டா 1 கிராம் தங்கம், 1 கட்டு பணம், செக் எழுதி போட்டுருங்க. இருந்தாலும் உனக்கு விசுவாசத்தோட போடுற எல்லாரும் அடுத்த தடவை நான் எங்க கூட்டத்துக்கு வரும்போது, ஆமா போன தடவை வந்து ஆண்டவர் ஆசீர்வதிப்பாருன்னு காதல் கறக்கிறத புள்ளிட்டு போனானே, அவன் வந்திருக்கானான்னு ஏடி அலைவிங்க பாருங்க. பாத்தீங்களா இந்த ஏடி அலைவங்க വിശ്വാസത്തോട് കയ്യിൽ കിടക്കുന്നത് കാതിൽ കിടക്കുന്നതൊക്കെ ഊരിയിട്ടവൻ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും അവനെ ഞാൻ തേടിക്കൊണ്ടുവരുമെന്ന്. கூட்டத்துக்கு வரும்போது ஒரு புதிய 100 மடங்கு ஆசீர்வாதத்தோட இங்க வந்து நிற்பியோ. ஆசீர்வாதத்தையே இவ்வளவு வைத்தறிச்சல்ல பண்றீங்க, எப்படியா நல்லா இருப்பாங்க? പറയാ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വേറൊരുത്തം പുലമ്പിക്കൊണ്ടിരിക്കുക. ഇവൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് സ്വർണം ഇട്ട് തന്നവൻ, എനിക്ക് തങ്കം ഇട്ട് തന്നവൻ, എനിക്ക് വൈരം ഇട്ട് തന്നവൻ, ഞാൻ നെക്സ്റ്റ് സെയിം ടൈം വരുമ്പോൾ അവൻ 100 മടങ്ങ് വന്ന് ഇവിടെ ഇരിക്കുമെന്നാ ഇവൻ തള്ളി മറയ്ക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ആരാ കൊടുത്തു പോകാത്തത്? വെയ് രാജാ വെയ്, 2 വെച്ചാ 4, 4 വെച്ചാ 8, 8 വെച്ചാ 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ കൊടുക്കാത്തത്? അപ്പൊ കൊണ്ടുവന്നങ്ങ് തള്ളി മറിക്കുമല്ലോ ആൾക്കാര്. അപ്പം പറയാണ് 100 മടങ്ങിട്ട്. മറ്റവൻ എന്താ പറഞ്ഞത്? ടിനു ജോർജ്, വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് അനുഗ്രഹം കിട്ടുന്നില്ല, എനിക്ക് നന്മ കിട്ടുന്നില്ല, എനിക്ക് ഭാരം, എൻ്റെ കടം മാറിയില്ല, പ്രയാസം മാറിയില്ല എന്ന് നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവം നടത്തുന്നില്ലേ? അത് നോക്കിയാൽ പോരെ. നാ മറ്റവൻ പറഞ്ഞ് തള്ളി മറിച്ചത്. ரொம்ப வயிற்றுச்சல் புடிச்ச ஐராயிரானே விளங்குமா? வேற ஐரியா என்ன பார்க்கலாமா? What is wrong with you, man? இவர் இருக்காரு பாத்தீங்களா, இவர் நம்ம லிஸ்ட்லயே கொஞ்சம் ஸ்பெஷலுங்க. அப்படி என்ன பண்ணிருக்காருன்னு பாருங்க. நீ என்ன செய்யணும்? காணிக்கை போனில அவ்வளவு 30 பேர் கலந்துக்கணும். வந்திருக்கிற எல்லா 30 குடும்பமும் காணிக்கையில கலந்துக்கணுமா? துட்டுங்க பணம் ஓடி வாங்க. വന്നിട്ടുള്ള 30 കുടുംബവും സ്തോത്ര കാഴ്ച പാത്രത്തിനകത്ത് പൈസ ഇട്ടിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ஆனா அதுல ஒரு முக்கியமான பாயிண்ட் இருக்கு. இந்த 3 பழத்தை தந்திருக்கீங்க, இதை நான் கந்தசகளுக்கு இப்படி ஒண்ணு போட, அப்படி ஒண்ணு போட, இப்படி ஒண்ணு போட இருக்கா? என்ன ரொம்ப இன்சல்ட் பண்ணிட்டீங்க. കാണിക്ക കൊണ്ട് സ്തോത്ര കാഴ്ച കൊടുത്തപ്പോഴുണ്ട് ഒരു പഴമൊക്കെയാ കൊണ്ട് കൊടുത്തത് അവിടെ ചെന്ന്. അപ്പൊ അച്ഛൻ ചോദിക്കുക, നീ എന്താ പഴം കൊണ്ട് തന്നിരിക്കുന്നത്? ഇങ്ങനെ ഇറങ്ങി കളിക്കാനോ? എനിക്ക് നീ പണം ഇടണം, സ്തോത്ര കാഴ്ച കൊണ്ടുവരുമ്പോഴത്തേക്ക് നീ പണം ഇടണം എന്നാ പറയുന്നത്. பாருங்க கைஸ், ஒரு பக்தர் ஒருத்தர் காணிக்கையா கொடுத்த பழத்தை கொஞ்சம் கூட நாகரிகமே இல்லாம 4 மூளைக்கு ஒண்ணா தூக்கி விட்டு வந்துட்டாப்ல. லட்சாதிபதினா நானும் லட்சாதிபதி, நீ கோடி சொல்ற, நானும் கோடி சொல்றேன். பிச்சைக்கார பையனை சுட்டியோ? தஞ்சாவூர்ல നീ ലക്ഷാധിപതിയെങ്കിൽ ഞാനും ലക്ഷാധിപതി, നീ കോടീശ്വരനെങ്കിൽ ഞാനും കോടീശ്വരൻ, നീ ഭിക്ഷക്കാരെന്ന് വിചാരിച്ചു. ഇത് തന്നെ MA വർഗീസും പറഞ്ഞത് നിന്റെ 10 രൂപ പിച്ചക്കാശൻ എവിടെയുള്ളവൻ? ആ മറ്റ് ഒരു വയസ്സായ കിളവനുണ്ടല്ലോ, പന്ന നാറിക്ക് പറഞ്ഞവൻ, നേരെ തള്ളയ്ക്കുന്നെങ്കിൽ പറക്കാത്ത ഒരുത്തനുണ്ടല്ലോ, MA വർഗീസ് എന്ന് പറഞ്ഞ് ബദേൽ ചർച്ച് നടത്തുന്നവൻ, ബാംഗ്ലൂരില്.
ആ ചെറ്റ പറഞ്ഞതും ഇത് തന്നെയാണ്. 10 രൂപ പിച്ചക്കാശൊന്നും ഇവിടെ പറ്റത്തില്ല. നിങ്ങൾ സ്വൈപ്പിംഗ് മെഷീൻ വഴിക്ക് പണം ഇടൂ, എന്നാൽ മാത്രമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കത്തുള്ളൂ എന്നാണ് അള്ളിമറിച്ചത്. കർത്താവ് പറഞ്ഞു വിധവയുടെ 2 കാശ കർത്താവിന് ഏറ്റവും പ്രയോജനപ്പെട്ടെന്നാ. ഇവന്മാര് സ്വൈപ്പിംഗ് മെഷീൻ വഴിക്കാം. അരുണ് ഗലേഷ്യൻസ് ചാപ്റ്റർ 6 നല്ല പോലെ ഒന്ന് വായിക്കണം കേട്ടോ. ഗലേഷ്യൻസ് ചാപ്റ്റർ 6 എന്താടാ ഊളയ്ക്കുണ്ടായവനെ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്? നിന്നെപ്പോലുള്ള വൃത്തികെട്ടവന്മാര് ട്രാൻസ്ലേഷനിൽ കർത്താവിനെ പറ്റിച്ച് കാശു മേടിച്ച് തിന്നുന്നതിന് വേണ്ടിയിട്ട് കള്ളച്ചെറ്റകള് ട്രാൻസ്ലേഷൻ പോലും തിരുത്തി വെച്ചുണ്ടാക്കിയ വചനവും എടുത്തോണ്ട് വന്നിട്ട് നീ എന്നോട് സംസാരിക്കാൻ വന്നാലുണ്ടല്ലോ, കാലയും വാരി ഞാൻ നിലത്തടിക്കും. അരുണേ, നീ വല്ല പാച്ചറിന്റെ മൂട്ടിനകത്തും കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ മൂട് നീ താങ്ങിക്കൊണ്ടിരുന്നു. ആ താങ്ങാൻ ഇവിടെ കൊണ്ടുവന്ന് വചനം കൊണ്ടുവന്ന് ഇട്ടാൽ അടിക്കുന്ന അടിയിലുണ്ടല്ലോ നിന്നെ ഞാൻ ഏറിൽ വിടും. ഞാൻ അതും കൂടി പറഞ്ഞിരിക്കുക. അരുണേ, ഗലേഷ്യൻസ് ചാപ്റ്റർ 6 നല്ല പോലെ ഒന്ന് വായിക്കണം കേട്ടോ. ഗലേഷ്യർ ചാപ്റ്റർ 6 ചെറ്റയ്ക്കുണ്ടായവനെ അതിനകത്ത് എന്താ എഴുതി വെച്ചിരിക്കുന്ന അറിയാമോടാ? വിവരം കെട്ടവന്മാര്, നിന്നെപ്പോലുള്ള ഒരു മണ്ണാങ്കട്ടിയും അറിയാത്ത ഊളയ്ക്കുണ്ടായവന്മാർ, ഇതുപോലെ കാശായിട്ടും കറങ്ങി നടക്കുന്നവന്മാരെ പറ്റിക്കാൻ വേണ്ടി നിന്റെ പാച്ചർമാര് പറഞ്ഞു തരുമായിരിക്കും. നിനക്കൊന്നും ബോധമില്ലെന്നും നിനക്കൊന്നും വചനം അറിവില്ലെന്നും അവന്മാർക്ക് നല്ല വൃത്തിയാണ് അറിയാം. നിന്നെയൊക്കെ പറ്റിക്കാൻ പറ്റുമെന്ന് അവന്മാർക്ക് തന്നെ അറിയാം. ഗലേഷ്യൻ ചാപ്റ്റർ 6 പറഞ്ഞിരിക്കുന്നത് വചനം പഠിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണമെന്ന് മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. അത് മലയാളം ട്രാൻസ്ലേഷനാണ്. ഇംഗ്ലീഷിൽ ഷെയർ എന്നാക്കി വെച്ചിരിക്കുന്ന ഇവന്മാര്, പക്ഷെ അതിന്റെ ട്രാൻസ്ലേഷൻ തെറ്റാണ്. അതിനകത്ത് ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്ന കിനോനിത്തോ എന്ന് പറയുന്ന വാക്കാണ് കമ്മ്യൂണിക്കേഷൻ. വചനം പഠിപ്പിക്കുന്നവനുമായി എല്ലാ നല്ല കാര്യങ്ങളിലും ആശയവിനിമയം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് വചനം. അതാണ് സത്യമായ വചനം. ഇവന്മാർക്ക് പിച്ചെടുക്കണ്ടേ? ഇവന്മാർക്ക് ജനത്തെ പറ്റിച്ച് കാശ് മേടിക്കണ്ടേ? ഇതിന് പുതിയ നിയമത്തിൽ വചനമില്ലാത്തത് കൊണ്ട് അവന്മാർ ഏത് വചനത്തെ വ്യാഖ്യാനിച്ച് ജനത്തെ പറ്റിച്ച് കാശ് മേടിക്കാൻ പറ്റുമെന്ന് നോക്കിയിരുന്നിട്ട് അതിന് തക്കവണ്ണം വചനത്തെ വളച്ചൊടിച്ചതാ. നിനക്ക് പറ്റുമോ കിളവറി അടിക്കാൻ പറ്റുമോ? അരുണ് എന്താടാ ചെറ്റേ? അരുണ് എന്താടാ ഊളയ്ക്കുണ്ടായവനെ? നീ കമന്റ് ഇടുമ്പോൾ എന്താണെന്ന് വ്യക്തമായി കമന്റ് ഇടും. ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞു തരാം നിനക്ക്. കാലയും വരി അടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ അടിക്കും. നീ ചോണയുള്ളവനാണെങ്കിൽ എൻ്റെ മുമ്പിൽ വാ, മനസ്സിലായോ? ഞാൻ നിന്നെ കാലയും വരി അടിച്ച് കാണിച്ചു തരാം എങ്ങനെയാ ഞാൻ കാലയും വരി അടിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. നീ പോയിട്ട് വല്ല പാസ്റ്റർമാർക്കും കുഞ്ഞി എന്ന് കൊതം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വേദന ഇങ്ങോട്ട് വന്ന് തീർക്കരുത്. പറഞ്ഞാൽ മനസ്സിലായോടാ ഊളയ്ക്കുണ്ടായവന്മാരെ? നിന്നെപ്പോലുള്ള വൃത്തികെട്ട ചെറ്റകളാണ് വചനത്തെ കൊണ്ടുവന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങളെ മുഴുവനും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞപ്പോഴും നീ ഗലേഷ്യൻ ചാപ്റ്റർ 6 കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇടണമെങ്കിൽ നീ ആളാരായിരിക്കണം മോന്? നിന്റെ ഉദ്ദേശം എന്തായിരിക്കണം? അപ്പോഴും നീ ജനങ്ങൾ പറ്റിക്കപ്പെടുന്നത് നല്ല വിഷയം. നിനക്ക് പാസ്റ്റർമാർക്ക് കൊടുക്കാത്തതിനാണ് നിനക്ക് വിഷയം. നിനക്ക് പാസ്റ്റർമാർക്ക് കൊടുക്കാൻ കൊതമുണ്ടെങ്കിൽ കൊണ്ടുപോയി കൊടുക്ക്. പറഞ്ഞാൽ മനസ്സിലായോ? ആ പന്ന തെണ്ടികൾക്ക് കൊടുക്കാനായിട്ട് നിനക്ക് വല്ല കൊതവും ഉണ്ടെങ്കിൽ കൊണ്ടുപോയി കൊടുക്കടാ. പാവപ്പെട്ടവന്റെ കാശാണ് എടുത്തോണ്ട് കൊടുക്കേണ്ട നീയൊക്കെ. അവന്മാർക്ക് ഓച്ചാനിച്ച് നിൽക്കാൻ കുറെ അവന്മാർ ഇവന്മാരുടെ പുറകെ ഉണ്ട്. ലീഡറിസ്റ്റ് എന്നുള്ള പേരിൽ എല്ലാ വൃത്തികെട്ടവന്മാർക്കും പുറകിൽ കുറെ ശിങ്കടികളെ വെച്ചിട്ടുണ്ട്. ഇവന്മാർ വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിനെന്നറിയാം. അവിടെയുള്ള മലേഷ്യൻ പെണ്ണുങ്ങളുടെ കൂടെ സുഖവാസ കേന്ദ്രത്തിൽ കിടന്ന് ഉറങ്ങി മലക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവനൊക്കെ ഇവിടുന്ന് ഫ്ലൈറ്റുകളിൽ പറക്കുന്നത്. ദുബായിലും വിദേശത്തും അവിടെ ഇവിടെയൊക്കെ ഹോട്ടലുകളിൽ കയറി ഇറങ്ങി അവിടെയുള്ള നല്ല ചുടിയുടുപ്പുള്ള പെമ്പിള്ളാരുമായിട്ടാ പുളകം കൊണ്ടിട്ടാ പ്രസംഗവേദിയിൽ കയറി പ്രസംഗിക്കുന്ന ഈ ചെറ്റകള്. നിങ്ങൾ വല്ലത് അറിയുന്നുണ്ടോ ഇതൊക്കെ? ഇവന്മാര് കാണിക്കുന്ന ഈ തെമ്മാടിത്തരം നിങ്ങൾ അറിയുന്നുണ്ടോ? ഇവന്മാർക്ക് ദൈവം എന്ന് പറഞ്ഞാൽ അല്പം പോലും ഭയമില്ല. ദൈവവചനം എന്ന് പറയുന്നതിനകത്ത് അല്പം പോലും ഭയമില്ലാത്തത് കൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് നിന്ന് ഇവന്മാർ ജനത്തെ പറ്റിച്ച് കാശ് മേടിക്കുന്നത്. ഒരു ഭയവുമില്ല ഇവന്മാർ ചെയ്യുന്നത് ഏറ്റവും വലിയ മഹാചരിത്രമാണെന്ന് അറിയാം. പക്ഷെ ഇവന്മാർ നിരീശ്വരവാദികളായാലും കാലം കഷ്ടമാണ്. ദൈവമില്ലാന്ന് 100% ഇവന്മാർക്ക് തന്നെ ബോധ്യമുണ്ട്. അപ്പോൾ
ഗലാത്യർ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ വചനം പഠിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണമെന്ന് മലയാളം ട്രാൻസ്ലേഷനിൽ യുവമാർ എഴുതി വെച്ചിട്ട് അതിന്റെ പേരിൽ ജനങ്ങളെ പറ്റിച്ച് കാശ് മേടിക്കുക. അതിനകത്ത് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. വചനം പഠിപ്പിക്കുന്നവനുമായി എല്ലാ നല്ല കാര്യങ്ങളിലും ആശയവിനിമയം നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല കാര്യങ്ങളിൽ സംസാരിക്കണം. നിങ്ങൾ വെറും വചനം മാത്രം സംസാരിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കൊരു സൗഹൃദ ബന്ധം ഉണ്ടായിരിക്കണം എന്നാണ് അവിടെ പറഞ്ഞതിന്റെ സാരാംശം. അല്ല നീയൊക്കെ പണം കൊണ്ട് തള്ളിമറിക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പണം വാങ്ങിച്ച് കച്ചവടം ചെയ്യുന്നവന്മാർക്ക് ഇത് ഭയങ്കര ആധാരമാണ്. பக்தர்கள் கொடுக்குற காசு மட்டும் நேரடியா ஆண்டவருக்கு போயிருமா. அதனால காதுல கிடக்கிறது கையில இருக்கிறதா தூக்கி போட்டுருணும். ஆனா அதே மாதிரி ஆண்டவருக்காக நான் ஒரு பழத்தை கொடுக்குறேன்னு கொடுத்தீங்கன்னா அப்ப ஆண்டவர் டென்ஷன் ஆயிடுவாரு. സത്യത്തിൽ കണ്ടില്ലേ, നേരത്തെ ആ പുരോഹിതൻ പഴം കൊടുത്തപ്പം അത് വലിച്ചെറിഞ്ഞിട്ട് പറയാണ്, നീ പണം കൊടു. പഴം എന്തിനാ കൊടുക്കുന്നത്? ദൈവത്തിന് പഴം കൊടുത്താൽ ദൈവം പേടിക്കത്തില്ല, പണം കൊടുത്താലേ ദൈവം പേടിക്കത്തുള്ളൂ. என்னது கொடுக்கணும் குருவானவருக்கு காணிக்கு போனீங்க தெரிஞ்சிருக்கணும். சாரி எனக்கு தெரியாது. மன்னிச்சிருக்கீங்க, மாத்தி கொடுத்துட்டாங்க. அவங்க செருப்ப கொடுத்துருக்கணும். இந்த மாதிரி பாதிரியார்களுக்கு எல்லாம் நீங்க காணிக்க போடக்கூடாது. ஒரு பக்தர் பக்தியோட எதை கொடுத்தாலும் ஏத்துக்கிறவர் தான் கடவுள். என் பேரை சொல்லி யார் பணம் கேட்டாலும் கொடுக்காதீங்க. யார் பணம் தேவையில்ல. ஒரு பக்தரை பக மனுஷனையே மதிக்க தெரியாம கொடுத்த காணிக்கை தூக்கி விட்டேறாப்ல இவங்க கூப்பிட்டுதான் ஆண்டவர் இறங்கி வந்து உங்களை ஆசீர்வதிக்க போறார். உனக்கு எனக்கு ஏதாச்சும் சம்பந்தம் இருக்கா? இல்ல. ஒரு சிங்கத்தை அசிங்கப்படுத்தி இப்ப ஆவிக்குரிய போத உள்ள பேர் இந்த யாராவது ட்ரோல் வீடியோ பண்ணீங்கன்னா இதையும் சேர்த்து போடுங்க. உங்க சொல்ல அடிக்கா தட்டிருக்கா? சரிங்க, உங்க விருப்பப்படியே செஞ்சிருவோம். இத எங்கேயோ கேட்டிருக்கனே. வாரணம் ஆயிரம் பாட்ட கடைசியில தந்தா தந்தை தானேல அந்த நேவ மட்டும் தூக்கிட்டு தந்தா தந்தை தாவா. டெக்னாலஜி பழைய கில்லாடி வேண்டி. நீங்க தூங்குறதே இல்ல. கரெக்டா சொன்னீங்கன்னு. நைட் எல்லாம் தூங்காம நிறைய வேலை பாக்குறாரு. உங்க வீட்டுல ஒண்ணுமே கிடையாது. இன்று முதல் உங்க வீட்டுல தேவ தூதர் மட்டும் தான் நிக்கிறான். அவன் ஏன் அங்க நிக்கிறான்? கூட பிறந்தவங்க யாராவது இறந்து போனாங்களா? எப்போ? 2 years. பிரதரா என்ன எல்லாத்தையும் அவரே கேட்டுறாப்ல? எழுதுறா. ஐ நோ ஆண்டவர் சொல்லி தருகிறார். ஐநோவா? எல்லாத்தையும் அவர்கிட்டே கேட்டுட்டேன். அப்புறம் என்ன ஐநோ ஆண்டவர் என்ன சொல்லிட்டாரு? നിന്റെ കൂടെ പിറന്ന ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടോ? അപ്പൊ യെസ്, ഐനോ ദൈവം എന്നോട് പറഞ്ഞു. അവൻ യെസ് പറഞ്ഞതിന് ശേഷമാണ് ഇവനോട് ദൈവം പറഞ്ഞത്. ജനമേ, നിങ്ങൾ പറ്റിക്കപ്പെടരുത്, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. ഇത്രയെല്ലാം വ്യക്തമായി സമൂഹത്തിൽ ഈ കാര്യങ്ങൾ മുഴുവനും ഇത്ര ഭംഗിയായി തന്നെ ജനം അവതരിപ്പിച്ചിട്ടും ഇന്നും ഈ പാസ്റ്റർമാരെ വിശ്വസിച്ചും ഇന്നും ഈ വിശ്വാസികളെ വിശ്വസിച്ചും ജനം വഞ്ചിക്കപ്പെട്ടവന്മാരുടെ കൂടെ പോകുന്നത് ഓർക്കുമ്പം ലജ്ജ തോന്നുകയാണ്. സമൂഹത്തെ പോകുന്ന പോക്ക് കണ്ടിട്ട് ഒരു ഭാഗത്ത് വേറൊരുത്തന്മാർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് ക്രിസ്ത്യാനികൾ തന്നെ ക്രിസ്ത്യാനിയെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കർത്താവ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്ന് അവനോട്. മകനെ, അവന്റെ വീട്ടിൽ ഒരാൾ മരിച്ചുപോയി, അവന്റെ അനിയനാണ് മരിച്ചുപോയത്. ഇത്ര ഉളുപ്പില്ലാതെ ഇവരിങ്ങനെ പറയുമ്പം ഇത് കേട്ടിരിക്കാൻ വിശ്വാസികളും ഉണ്ട് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇവൻ എത്ര ഉളുപ്പില്ലാതെയാണ് ഇവന്മാർ മനുഷ്യനെ പറ്റിക്കുന്നത്. ഇതുപോലെയല്ലേ എല്ലാവന്മാരും. കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോണ്ടിരിക്കുക. ஆண்டவர் உன்ட்ட சொன்ன எல்லாத்தையும் நீ இல்ல சொல்லிருக்கணும். எல்லாத்தையும் அவர்கிட்டயே கேட்பானா? பிரதர் இருக்காரா, அவர் இறந்து போனாரா, எத்தனை வருஷம் ஆச்சு, எல்லாத்தையும் கேட்டுட்டு ஐநோ கண்டுவிட்டாலே. எதுல இருந்தாரு? ஆக்சிடென்ட். എങ്ങനെയാ മരിച്ചുപോയത്? അത് ആക്സിഡന്റിൽ. ഗോട്ട് ഇറ്റ് ദൈവം എന്നോട് പറഞ്ഞു. உங்களை பார்த்த உடனே ஆண்டவர் முதல்ல சொன்னது நீங்க தூங்கல. 1. 2வது 2 years and smashed. இதான் பார்த்தேன். எங்க பாத்தீங்க? எல்லாரும் கேட்டுங்க.
காலம் ஏட்டுல என் பாத்தீங்கிற பேர்ல சாவ மறக்க விடுற அந்த பயலுக்கும் எனக்கு எந்த சம்பந்தம் எல்லாத்தையும் அவர்கிட்ட தானே கேட்டேன். കർത്താവ് പറയുക അവനും എനിക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എൻ്റെ പേരും പറഞ്ഞ് അവനൊരുത്തൻ അവിടെ കിടന്ന് പുലമ്പുന്നുണ്ട്. അവനും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ஏதாவது ஒரு விஷயம் அவராவே சொன்னாருன்னு சொல்லுங்க பாப்போம். யோசிக்கிறப்பா நீங்க பயப்பட வேண்டிய அவசியம் இல்ல. நான் உங்க வீட்டு முன்னால 2 தேவ தூதர்கள் நிக்கிறத பாக்குறேன். அப்படியே உங்க ஞான திருஷ்டியை வச்சு அவர் வீடு எங்க இருக்குன்னு பார்த்து சொல்லுங்க பாப்போம். முடியாது என்ன? ஏன்னா ஆண்டவர் அந்த அட்ரஸ் எல்லாம் சொல்லல. இவங்க முதல்ல பாஸ்டரா இல்ல ആ ജ്ഞാന ദൃഷ്ടി വെച്ചിട്ട് എൻ്റെ വീട് എവിടെ ഇരിക്കുന്നു പറഞ്ഞു നോക്കിയേ, അത് പറഞ്ഞ് പറയത്തില്ല കർത്താവ്. കർത്താവ് ഇടയ്ക്കിടയ്ക്ക് ക്ലൂവിട്ട് കൊടുക്കത്തേ ഉള്ളൂ. மேல வரல. ஆமா படி ஏறி வந்திருப்பீங்க. அவர் இந்த உலகத்துக்கு ஏதோ ஒரு முக்கிய செய்தி சொல்ல வராரு. அவர் கொஞ்சம் சொல்ல விடுங்க. RSS அடி வாங்கியிருக்கேனா? வாய்ப்பு இருக்கு. அரெஸ்ட் பண்ணிருக்காங்க எங்களை. ஸ்டேஷன்ல போய் நிக்கிறான் அந்த இன்ஸ்பெக்டர் கேட்காரு, என்னடா மதம் மாத்திட்டு இருக்க நீ? சார் மதம் மாத்தல, இயேசு நல்லவர்னு சொல்ல வந்தேன். பார்வதி, என் பிள்ளையோட அறிவு இந்த உலகத்துல மக்கள் மனுஷன் தோண்ட காலத்துல இருந்து இப்படி ஒரு விளக்கத்தை யாரும் சொல்லியிருக்காங்களா? இல்ல யாருக்காவது தோழி இருக்குமா? சார் மதம் மாத்தல, இயேசு நல்லவர்னு சொல்ல வந்தேன். அடேங்கப்பா, இன்னும் ഒരു புத்திசாலி. കർത്താവ് പിടിച്ചുപറിക്കാരെന്ന് പറയാൻ വേണ്ടി നടന്നവനാ. അവൻ പറയാം യേശു നല്ലവനെന്ന് പറയാൻ പോയെന്ന്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോൾ കർത്താവ് ചോദിച്ചു മതം മാറ്റം നടക്കുന്നു വെച്ചപ്പോൾ ഇല്ല ഞാൻ മതം മാറ്റാൻ പറ്റില്ല, കർത്താവ് നല്ലവനെന്ന് പറയാൻ നടന്നേ. എങ്ങനെ നല്ലവനെന്ന് പിടിച്ചു പറിക്കാന്ന് കർത്താവിന് കൊടു, കാതിൽ കിടക്കുന്ന കമ്മല് കൊടുക്ക്, 1 ഗ്രാമിന്റെ മാല കൊടു, 2 ഗ്രാമിന്റെ മാല കൊടു, മാലയില്ലെങ്കിൽ പണമിട്, പണമില്ലെങ്കിൽ ചെക്ക് കൊടു, ചെക്കില്ലെങ്കിൽ നീ തന്നെ അടിമയായിട്ട് കർത്താവിന് വേണ്ടി എന്റെ കൂടെ നില്ല് എന്ന് പറഞ്ഞവനാ പറയുന്നത്. കർത്താവ് നല്ലവനെന്ന് പറയാൻ നടക്കുവാണെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന്. அதுக்கு பேர் தான் மதம் மாத்துறது. பிள்ளையா இருக்கேடா. வால் போஸ்ட் அடிக்க போயிருங்க. வால் போஸ்ட் அடிக்கும்போது கையில கிழிச்சு ரத்தம் வந்திருக்கு. இது வால் போஸ்ட்னா கையில ரத்தம். വാൾ പോസ്റ്റ് ഒട്ടിക്കാൻ പോയപ്പോഴത്തേക്കും കയ്യിൽ രക്തം വന്നു. വാൾ പോസ്റ്റ് എന്ന് പറഞ്ഞപ്പോ അവൻ വിചാരിച്ചത് ആൾക്കാർ വിചാരിക്കും ഈ വാൾ എടുത്ത് വെച്ചിട്ട് പോസ്റ്റ് ഒട്ടിക്കുകയാണ്, അതുകൊണ്ട് കയ്യിൽ രക്തം വന്നു. അങ്ങനെയാണെങ്കിൽ CPM-കാരുടെയും കോൺഗ്രസ്സുകാരുടെയും ഒക്കെ കൈകളിലൂടെ എത്രമാത്രം രക്തങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണമായിരുന്നു കാണും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. വാൾ പോസ്റ്റ് ഒട്ടിക്കാൻ പോയിട്ടുണ്ടെന്ന് ഞാൻ കർത്താവിന് വേല ചെയ്ത വഴികൾ പറയുക. ഞാൻ കർത്താവിന് എന്തൊക്കെ വേല ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? ഞാൻ വാൾ പോസ്റ്റ് ഒട്ടിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കൈയിൽ കൂടെ രക്തം ഇങ്ങനെ ഒഴുകുകയായിരുന്നു. വാളെടുത്ത് വെച്ച് പോസ്റ്റ് ഒട്ടിക്കാൻ പോയതാ. ഇത് എന്നടാ പുതു പൊരുളിയാ இருக்கு. אני לא יכול להתעלם מהשאלה הגדולה, יכול להיות שאנחנו இது எந்த ஊர்லடா டிசைனா உருட்டுறாங்களையா? வால் போஸ்ட் நீங்க சுகத்துல பசைய தடவி பேப்பரை தூக்கி ஒட்ட போறீங்க. இதுல கையில ரத்தம் வர்றதுக்கு என்ன இருக்கு? கையில ரத்தம் வர்ற அளவுக்கு நீங்க வேற எதுவும் பண்ணீங்களா? கனடா தேசத்திற்கு போன பொழுது இந்த அக்கா வந்துட்டாங்கல்ல சூப்பர்ல. இந்த இடம் தான். ഞാൻ കാനഡா ദേശத்துக்கு போன போது எங்களுக்கு வீடு வாங்குறதுக்கு எந்த വസതിയും கிடையாது. കാനഡയ്ക്ക് പോയപ്പോൾ അവിടെ ചെന്ന് താമസിക്കാൻ വീട് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് അക്കച്ചി കരയുന്നത്. ഈ അക്കച്ചി ആരെന്നറിയാമോ? പോൾ ദിനകരന്റെ ഭാര്യ, ദിനകരന്റെ മരുമകള്. ഏറ്റവും വലിയ ഉടായ്പ കേസുകളാണ് തമിഴ്നാട്ടിലെ. കോടികളുടെ സ്വത്ത്. நாங்கள் ஒரு வீடு கூட இல்லாமல் ஒரு ஹோட்டல்ல வெகு நாட்கள் വീട് പോലും ഇല്ലാതെ ഞങ്ങൾ ഹോട്ടലിൽ നാട്കൾ തങ്കിനം. വീടില്ലാതെ ഹോട്ടലിൽ താമസിച്ചു പോലും പല നാട്ടുകളിടെ. ഹോട്ടലിൽ താമസിക്കണമെങ്കിൽ കാനഡ ദേശത്തൊരു ഹോട്ടലിൽ താമസിക്കണമെങ്കിൽ എത്ര രൂപയാകുമെന്ന് നിങ്ങൾ ചിന്തിക്കണമല്ലോ. എന്ത് വലിയ കാര്യമായിട്ടാ പറയും, നോക്കിക്കൊണ്ടേ. எவ்வளவு கஷ்டப்பட்டிருக்காங்க. இவ்வளவு கஷ்டப்பட்டு இந்த ஏழை யாரு தெரியுமா? காரண்யா யூனிவர்சிட்டியோட ஓனர். കാരുണ്യ യൂണിവേഴ്സിറ്റിയുടെ ഓണറാണത്. പിന്നെ ഹോസ്പിറ്റലുകളിൽ പറയണ്ട, അവിടെ ഇവിടെയും ട്രസ്റ്റുകൾ പറയണ്ട. അങ്ങനെ കോടി ആസ്തികളുള്ള പാവം സഹോദരി കാനഡയിൽ ചെന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ വിശ്വാസികൾ ഉരുണ്ടുപോയി വീണ് പൈസ കൊടുക്കത്തില്ലേ? നിങ്ങൾ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ പാച്ചർമാരും ഈ പാച്ചർമാരെല്ലാം ഇതുപോലെ കരയാനും വിഷമിക്കാനും ഇരുന്ന് കഴിഞ്ഞാൽ ഏത് വിശ്വാസിയെ കാശ് കൊടുക്കാത്തത്? ഇതിനോട് ഞാനും വന്നിരുന്ന് കുറച്ച് കരയണം. സഹോദരങ്ങളെ, ഞാൻ പല നാட்களாയി യെരുശലേമിൽ ആഹാരമില്ലാതെ ഞാൻ ബുദ്ധിമുട്ടുകയാണ് സഹോദരങ്ങളെ. ஆனா அக்கா எனக்கு ஒரு டவுட். நீங்க கனடா US இந்த மாதிரி நிறைய கண்ட்ரிக்கு போகும்போது விசா
பெருசாவே கொடுத்தான். அப்ப நீங்க தங்கறதுக்கு எந்த இடத்த ஃபீல் பண்ணீங்க? கத்துப்பட்டு பேசாதீங்க, பிரச்சனை. எப்படி வீட்டை வாங்க முடியும் என்று நாங்கள் தவித்துக் கொண்டிருந்த போது ஒரு வழியை எங்களுக்கு ஒரு வழியை காட்டினார். அடம் பிடிக்கிறேன் நீ. லோன் எடுத்து ஒரு அழகான வீட்டை வாங்கும்படி கர்த்தர் செய்தார். அவன் கர்த்தாவை நீ பைத்தியக்காரனவே நினைச்சிருக்கிறல்ல நீ. அக்கா கொஞ்சம் சின்ன ஊசியா வச்சு குத்துங்க, ரொம்ப பெருசா வச்சு குத்தாதீங்க, வலிக்குது காது. நான் தெரியாம கேக்குறேன், எதுவுமே நடக்காத மாதிரி ரியாக்ஷன் காட்டுற மூஞ்சி எங்கடா வாங்க நீ? நீங்க வெகு நாட்களா ஹோட்டல்ல தங்கின காசுக்கு ஒரு வீட்டையே வாங்கிருக்கலாமே. அப்பா பாருங்க, நீங்க லோன் வாங்கி தானே வீடு வாங்கிருக்கீங்க. இது ஆண்டவருக்கு இந்த ப்ராசஸ்க்கு என்ன சம்பந்தம்? எவ்வளவு ட்ரிக்ஸா என்னை உள்ள கொண்டாட்டினாங்களே. ஒரு காரையும் கூட எங்களுக்கு வாங்கி கொடுத்தார். ஒரு காரும் கூடி கர்த்தாവ് வாங்கிச்சு கொடுத்து கேனடையும் வாங்கி கொடுத்து ஒரு காரையும் கூடி கர்த்தாവ് கேனடையில் வாங்கிச்சு கொடுத்து திருத்தம் எல்லாமே இவங்க காசுல. அதுலயும் ஒரு சின்ன திருத்தம், இவங்க காசுனா இவங்க காசே இல்ல, லோன் எடுத்த காசு காணிக்கையா வசூல் பண்ண காசு. ட்ரீம்ல ஒரு ஏஞ்சல் வந்து என்னிடத்துல சீக்கிரமா சொல்லு, உனக்கு எப்படிப்பட்ட கார் வேணும்னு சொல்லு. അയ്യോ ഡ്രീമിൽ ഒരു ഏഞ്ചൽ വന്നെന്ന്. ഒരു ഏഞ്ചൽ വന്നിട്ട് പറഞ്ഞു, മകളെ പറ മകളെ, നിനക്ക് ഏത് തരത്തിലുള്ള കാറാണ് വേണ്ടത്? ഓഡി കാർ വേണോ, BMW കാർ വേണോ, ഈ മോഡൽ വേണോ, ഈ മോഡൽ വേണോ, റോൾസ് വേണോ, ഏത് വേണം മകളെ പറയൂ എന്ന് ഏഞ്ചൽ വന്നു, സ്വപ്നത്തിൽ വന്ന് ചോദിച്ചു. കാറിന്റെ ഡിസൈൻ പറഞ്ഞു കൊടുത്ത് അതനുസരിച്ചേ വാങ്ങിച്ചു കൊടുക്കത്തുള്ളൂ ഏഞ്ചൽ. மாடிப்படியிலிருந்து கீழே ஓடி போய் கார் பேம்ப்லெட் ஒன்று இருந்தது. காருடைய படத்தை காண்பித்து என்ன கலர் கார் வேண்டும் என்று சொன்னேன். அவன் உடனே அதை வாங்கி கொண்டு പുറപ്പെട്ടു പോനാൻ. பாருங்களேன், ദൂതനോട് കാണിച്ചു കൊടുത്തു, എനിക്ക് ഈ കാർ മതിയെന്ന്. അത് കാണിച്ചു കൊടുത്തോണ്ട് ദൂതൻ അത് എടുത്തുകൊണ്ട് ഓടുകയായിരുന്നു കാർ ഷോപ്പിലേക്ക്, കൊച്ചിന് കാർ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തടാ തള്ളു വണ്ടി തള്ളാഹു. ഞാൻ തള്ളാഹു തള്ളിയേ കേട്ടിട്ടുള്ളൂ, ഇതുപോലെ തള്ളുന്ന തള്ളുകളും ഇനിയും ഉണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. கனடாவுல தங்குறதுக்கே கஷ்டப்பட்டு ஒரு ஏழை குடும்பம் லோன் எடுத்து ஒரு வீட்டையும் வாங்கி தூங்கி எந்திரிச்சா என்ன கலர்ல கார் வேணும்னு கேட்கிற அளவுக்கு ஆயிருக்காங்க. ரொம்ப பணக்கார ஏழைங்களா இருப்பாங்க போலயே. உங்களை பார்த்தா ஏழைங்க மாதிரி தெரியுது, உதவி பண்ணலாம்னு கூப்பிட்டேன். அடடா, ரொம்ப ஏழைங்க போட்டிருக்கு. அன்று காலையில் எழுந்த உடனே சொன்னாங்க, உனக்கு எப்படிப்பட்ட கார் வேணும் இவாஞ்சலி? ஒரே ஆச்சரியம், என்ன தேவதூதனும் அப்படியே கேட்டானே என்று. நீ உருட்டுமா, உன் நல்ல மனசுக்கு நீ தான் ஜெயிப்ப. அம்மா பேசுறத பார்த்தா ஒரு யூனிவர்சிட்டியோட ஓனரு கனடா வரைக்கும் ஓரளவுக்கு அசைந்து இருக்கிறவங்க மாதிரியா பேசுறாங்க. ஏதோ கணவனை இழந்து 4 வீட்டுக்கு போய் 10 பாத்திரம் தேய்ச்சி 2 பிள்ளைகளை படிக்க வைக்கிற ஒரு ஏழை தாய் மாதிரி பேசுறாங்க பாருங்களேன். വലിയൊരു യൂണിവേഴ്സിറ്റിയുടെ ഓണറായിരുന്നു ഈ കരയുന്ന കരച്ചല്. അവൻ പറയുന്നത് സത്യമില്ലേ, അവർ സംസാരിക്കുന്ന സംസാരം കേട്ട് എന്നെ കേൾക്കുന്നവർ വിചാരിക്കും 4 വീട്ടില് വീട്ടുജോലി എടുത്ത് മക്കളെ വളർത്താൻ കഷ്ടപ്പെടുന്ന ഒരു പാവം സ്ത്രീയെ പോലെ ഇരുന്ന് കരയുന്ന കരച്ചിലുണ്ടോ? நிம்மதியா 3 வேளை சாப்பிடுறோம், அது உனக்கு பொறுக்கலையா? ஓகே கைஸ், அடுத்ததா ஆண்டவர் வைத்தியசாலைக்கு போமா. என்ன தேடுறாங்க? வாங்க, இதுல பயங்கர பவர் இருக்கு, இத அப்படிங்க. ഉണ്ടോ CD? மாதிரி தாங்க. ஸ்கூல் படிக்கும் போது என் ஃப்ரெண்டு கிட்ட சீடியை வாங்கிட்டு இதே எனர்ஜியோட தான் நான் வீட்டுக்கு போனேன். சரி, இப்போ உங்களுக்கு கிட்னில வீக்கா இருக்குன்றாங்க, அதனால இங்க வலிக்குது. பெருசா இருக்கு. ஏண்டா வயிறு இந்த வருஷமா இருக்குது? ஏதாவது பழத்தை முழுசா அப்படியே முழுங்கிட்டியா? சாப்பிட்டா அப்படியே முப்பிக்கும் அப்படி. அது வேற ஒண்ணும் இல்லக்கா, நீங்க சாப்பிடும் போது உருளைக்கிழங்க முழுசா முழுங்கி இருப்பீங்க, அதுதான் அப்படி உருண்டையா போய் நிக்குது. நீங்க ஒன்றும் கவலைப்படாதீங்க, அது ஆட்டோமேட்டிக்கா டைஜஸ்ட் ஆகி போயிடும். டாக்டர்கிட்ட போனேன், அதுக்கு ஒரு கேப்சூல் மாத்திரை கொடுத்தாரு அந்த வலி நிக்கிறதுக்கு. அதை நான் போடவே இல்லைன்னு. டாக்டர் கொடுத்த கேப்சூல போடவே இல்லையா? அப்புறம் எதுக்கு நீங்க டாக்டர்கிட்ட போனீங்க? நம்ம டைம் பாஸ்க்குன்னே வச்சிருக்கானோ. இத புடிங்க, கிட்னிக்குள்ள இந்த பவர் இறங்குது. என்ன ஆச்சு? കാസറ്റ് കൊടുത്തിട്ട് കിഡ്നിയിൽ ഇറങ്ങും. உள்ள இழுக்கிற மாதிரி இருக்கு. உள்ள இழுக்கிற மாதிரி இருக்கு ஒரு பவர். இந்த டிவிடிக்குள்ள ஏதோ ஒண்ணு இருக்கு. எனக்கும் அதே டவுட் தான் பாஸ்டர், அந்த டிவிடிக்குள்ள ஏதோ ஒண்ணு இருக்கு. அது என்னன்னு தெரிய மாட்டேங்குது. இப்ப அந்த வலியெல்லாம் போயிட்டு செக் பண்ணுங்க, கிட்னில இருக்க எல்லாமே சரியாயிடுச்சு. கர்த்தர் உங்களை சுகப்படுத்திட்டாரு. കൃപാസനത്തിലെ വേറൊരു വെർഷനാ CD കൊടുത്ത് സൗഖ്യം. சீடியை கொடுத்து ஒரு கல்லடப்பை சரி பண்ணிட்டீங்க. நம்ம பாஸ்டர் அப்படிப்பட்ட ஒரு மேட்டர் அந்த சீடிக்குள்ள வச்சிருக்காரு. சாரேகாமா கார்வா, இந்த பரிசுக்குள்ள இருக்கு 5000 அழகான பாடல்கள். இந்த டிவிடியை கொண்டு போய் எங்க சீக்கிரம் வைங்க. இப்ப பாருங்க, வலி இல்ல, கல்லு மாதிரி இருக்கு. இங்க பாருங்க, சிம்பிள் மெத்தட் இதெல்லாம். என்னடா புத்தாட்டது? வலி இல்ல, கல்லு மாதிரி இருக்கு. வலியில கல்லு மாதிரி இருக்கான், பாத்தீங்களா? நிசப்தம், மயான அமைதி. வந்திருக்கிறவங்களே கை தட்ட மாட்டேங்காங்க. வெரி குட், எல்லாம் ஜோரா ஒரு கை தட்டுங்க. அதெல்லாம் தட்ட முடியாது. சாரி பாஸ்டர், உங்களுக்கு வியாபாரம் பண்ண தெரியல, தொழில் எப்படி பண்ணணும்னு நம்ம அண்ணன்
சொன்னேன், என் நிழல்ல இன்னைக்கு பேய் ஓடும், என் நிழல்ல இன்னைக்கு ஹார்ட் வியாதி சுகமாகும். പൗലോസിന്റെ അടുത്ത ആളാ വന്നിരിക്കുന്നത്. നിഴലിൽ നമ്മൾ പുള്ളിക്കാരൻ നടന്നു പോകുമ്പോൾ പുള്ളിയുടെ നിഴലിൽ കൂടി എന്ത് ചെയ്യും? പേയൊക്കെ ഓടും, പിശാചൊക്കെ ഓടും. പിന്നെ സൗഖ്യമൊക്കെ നിഴലിനകത്താ നടക്കാൻ പോകുന്നത്. കച്ചവടം നോക്കിക്കൊണ്ട് സൂപ്പറായിട്ട് பேசாம அண்ணன் அலைய கத்திட்டு போய் ஆலமரம் மாதிரி நிப்பாட்டி வச்சிட்டோம் வைங்க, யாருக்கெல்லாம் நோய் இருக்கோ அவங்க எல்லாம் வந்து நிழல்ல நின்று சரிப்பட்டு போயிடுவாங்கல்ல. எங்க ஊர்ல ഇവനെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊണ്ട് നല്ല വെയിലടിക്കുന്ന സ്ഥലത്തോട് നിർത്തിയാൽ മതി. അവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് എവിടെയൊക്കെ നിഴല് വരുന്നോ ആ സ്ഥലത്തൊക്കെ കൊണ്ടുവന്നുകൊണ്ട് രോഗികളെ കൊണ്ടങ്ങ് വെച്ചാൽ മതിയല്ലോ. പെട്ടെന്ന് സൗഖ്യം. திருவிழாவில கட்டையை போட்டு எரிக்க மாட்டேன்டா, எங்க பாச குப்பரை கூட திங்கு திங்கு மீப்பம்டா. சரி, இன்னையோட நம்ம ஆபரேஷன் பண்ணி அனுப்புவோம். ഇത് അടുത്ത ഓപ്പറേഷൻ വന്നിട്ടുണ്ട്. ஆண்டவர் வைத்தியசாலையிலேயே நம்ம ஆளு தான் ஸ்பெஷலிஸ்ட். நம்ம ஆள் எப்படி இந்த காதுல ஓட்டி இந்த காதுல உருவுறாருன்னு மட்டும் பாருங்க. இதோட சுவாமி இப்பயே முரட்டு குடியாரா இருப்பான் இருக்கு. இந்த நாத்தனாரு பாவம், அந்த தம்பி மயங்கிட்டான் போல. கொடுங்க. இதோட மறையட்டும் இயேசுவின் நாமத்தில். அவன் ஒழுங்கா பேச மாட்டான்னு சொன்னீங்களா? இப்ப பேசுவான் பாரு. நான் சொல்றேன். ஏசப்பா വളർന്നു വരുക. சூப்பர் மேட்டராச்சே. ஆனா போல അതാ സ്വന്തം തലയെ കൈവച്ചിട്ടില്ല. போடும்போதாவது கை வைங்கன்னு இவரால இவர் மண்டையிலேயே மசர. ஊர்ல மதங்கிற ஒரு விஷயத்த வச்சு மக்களை ஊர்ல அகோரி அந்த மாதிரி சும்மா டைம் பாஸ். ஏமாறுற மக்கள் இருக்கிற வரைக்கும் இந்த மாதிரி போலி சாமியார்கள் இருந்துகிட்டே தான் இருப்பாங்க. நாங்கெல்லாம் உஷாராயிட்டோம்னா வாய்ப்பு இல்ல ராஜா, வாய்ப்பு இல்ல. ஓகே கைஸ், இந்த வீடியோ இதோட முடிஞ்சு. வீடியோ பிடிச்சிருந்தா லைக் பண்ணுங்க, ஷேர் பண்ணுங்க, கமெண்ட் பண்ணுங்க. நம்ம சேனலுக்கு மறக்காம சப்ஸ்கிரைப் பண்ணுங்க. அடுத்து ஒரு நல்ல வீடியோல வந்து உங்களை சந்திக்கிறேன். அது வரைக்கும் டாடா. സഹോദരങ്ങളെ, പറ്റിക്കപ്പെടാൻ ജനമുള്ളിടത്തോളം കാലം പറ്റിക്കുവാനുള്ളവരും ഇങ്ങനെ പറ്റിച്ചുകൊണ്ടേയിരിക്കും. അതായത് പറ്റിക്കപ്പെടാൻ വേണ്ടി ജനം ഉള്ളിടത്തോളം കാലം പറ്റിക്കപ്പെടാനും ഇങ്ങനെ ആളുകൾ പറ്റിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാൻ പറ്റത്തുള്ളൂ. ബുദ്ധിയുള്ളവരാകുക. ഇനിയെങ്കിലും ബുദ്ധിയുള്ളവരായിട്ട് ജീവിക്കാൻ പഠിക്കുക. സമൂഹത്തിൽ ഇതുപോലുള്ള ദൈവത്തെ വിറ്റ് കാശാക്കുന്ന പന്ന ചെറ്റകളെ, അവന്മാരെ അങ്ങനത്തെ സാത്താനായിട്ട് തന്നെ കാണുന്നത്. നിങ്ങൾ ഒരു ബഹുമാനവും കൊടുക്കരുത്, ഒരു പ്രതിപക്ഷ ബഹുമാനവും ഇവന്മാരോട് കാണിപ്പിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ കുഞ്ഞിനെ ഒരുത്തൻ എടുത്തുകൊണ്ട് പോയി തെരുവിൽ വെച്ച് ഭിക്ഷയെടുക്കുമ്പോൾ, നിങ്ങൾ നടന്നു പോകുമ്പോൾ ആ കാഴ്ച നിങ്ങൾ കാണുകയാണ്. നിങ്ങളുടെ കുഞ്ഞിനെയാണ് അവൻ കൈയും കാലും കെട്ടിയിട്ട്, നിങ്ങളുടെ കുഞ്ഞിനെ സംസാരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവനെ വെച്ച് ഭിക്ഷയെടുക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പെറ്റ തള്ളയാണെങ്കിൽ, ഒരു പെറ്റ തന്തയാണെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങളുടെ പിതാവിനെ ഒരുത്തിനെടുത്തുകൊണ്ട് പോയിട്ട് ഇതുപോലെ തെരുവിൽ നിർത്തിക്കൊണ്ട് ഭിക്ഷ എടുപ്പിക്കുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ മകൻ എന്ന നിലയ്ക്ക് എങ്ങനെ അതിനെ പ്രതിരോധിക്കും? നിങ്ങൾ മകൻ എന്ന നിലയ്ക്ക് നിങ്ങൾ അതിനെ എങ്ങനെ കാണും? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ അപ്പനെ ഭിക്ഷയെടുക്കാൻ ഒരുത്തൻ ഭിക്ഷ എടുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടിട്ടും നിനക്കൊരു കൂസലും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ, നിന്നെപ്പോലൊരു വൃത്തികെട്ട മകൻ ആ തന്തയ്ക്കുണ്ടായത് ആ ലോകത്തിലെ ഏറ്റവും വലിയ ശാപമാണ്. നിന്നെപ്പോലൊരു വൃത്തികെട്ട മകൻ ആ പിതാവിന് ജനിച്ചു പോയത് ലോകത്തിലെ ഏറ്റവും വലിയൊരു ശാപമായി തീരും. നിന്റെ പിതാവിനെ ഒരുത്തൻ എടുത്തുകൊണ്ടുപോയി തെരുവിൽ നിർത്തി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നിന്റെ പിതാവിനെ ഒരുത്തൻ നിർത്തി ഭിക്ഷ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഹൃദയം വേദനിക്കുന്നില്ല. നിനക്കതിനെക്കുറിച്ച് യാതൊരു വിധത്തിലും ചിന്തയുമില്ല. കച്ചവടം ചെയ്യുന്നവൻ ചെയ്ത് പത്തുണ്ടാക്കിക്കോട്ടെ, എനിക്കെന്നാ കുഴപ്പമെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിന്നെപ്പോലെ ഒരുത്തനെ വൃത്തികെട്ടവനെ ജനിപ്പിച്ചത് ആ ലോകത്തിലെ ശാപമായി തീരും ആ പിതാവിന്. അതുപോലെയാണ് ദൈവം എന്ന് പറയുമ്പോൾ, നിങ്ങൾ ദൈവവചനം വായിച്ച് നിങ്ങൾക്ക് ദൈവം എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ, ആ വിശ്വാസത്തിൽ നിൽക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ സ്വർഗത്തിലെ ദൈവത്തെ പിതാവെന്ന തരത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഉറപ്പായും ഈ അനീതിക്കെതിരെ ദൈവവചനത്തെ വിറ്റ് കാശാക്കുന്ന ഈ ചേറ്റകളെ കാരണം അടിച്ചു പൊളിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അവൻ്റെ ആ പ്രവൃത്തിയിൽ നിന്നും അവനെ ആട്ടി ഓടിക്കും. അതാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്നും അവന്മാർക്ക് കുഴലൂതി കൊടുക്കുകയാണ്. അവന് വേണമെങ്കിൽ എൻ്റെ അപ്പനെ എടുത്തുകൊണ്ട് പോയി തെരുവിക്കൊണ്ട് നീ ഭിക്ഷ എടുത്ത് ജീവിയുടെ, എനിക്ക് കുറച്ച് സമാധാനമുണ്ട്, എൻ്റെ വീട്ടിൽ നീ ശല്യം ഒഴിഞ്ഞു കിട്ടുമല്ലോ എന്നുള്ള തരത്തിൽ അവന് വേണമെങ്കിൽ പോക്കറ്റും മണിയും കൊടുത്ത് നീ ഭിക്ഷ എടുത്തോ എന്ന് പറയുന്ന രീതിയിലാണ് ഇന്ന് ക്രിസ്ത്യാനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എടാ, നിന്റെ ദൈവമല്ലേടാ ഇവന്മാരെടുത്ത് വെച്ച് കാശാക്കുന്നേ? എന്താടാ അല്പം പോലും മനസ്സിൽ നിനക്കൊന്നും ഇല്ലാത്തത്?
തെരുവിൽ നിന്റെ അപ്പനെ വെച്ച് ഭിക്ഷയെടുത്താൽ നീ കണ്ടിരിക്കുന്ന മനോലാഘവത്തോടുകൂടി നീയും അങ്ങോട്ട് കൊടുത്ത് ഭിക്ഷയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ തെരുവിൽ നിർത്തി കച്ചവടം ചെയ്യുന്ന തരത്തിലേക്ക് ക്രിസ്ത്യാനിയെ നീ അതമ്പതിച്ചു പോയെങ്കിൽ നീ കർത്താവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പോകുന്ന അടിക്ക് കയ്യും കണക്കും ഉണ്ടോ? അവൻ പറഞ്ഞതല്ല ഞാനിപ്പോ പറയാൻ പോകുന്നത്. ഈ വൃത്തികെട്ടവന്മാർക്ക് ഇന്നും കാശ് കൊടുത്ത് ഇവന്മാരെ വളർത്തുന്ന ഓരോരുത്തരോടും ഞാൻ പറയുക, നിന്റെയൊക്കെ കുടുംബത്തിനകത്ത് നീ സാത്താന് ദൈവവചനത്തിന്റെ പേരിൽ അവന് ഓഹരിക്കാരനായിരിക്കുന്നത് കൊണ്ട്, ദൈവവചനം വിറ്റ് കാശാക്കുന്ന സാത്താന് നീയും ഓഹരിക്കാരനായിരുന്നു കൊണ്ട് അത് വിളംബരം ചെയ്യുവാൻ നീ അവസരം ഒരുക്കി കൊടുത്ത് നിന്റെ കാശും നിന്റെ പണവും അതിനായി ഇറക്കുന്നത് കൊണ്ട് നീ വരുത്തിവെക്കാൻ പോകുന്ന ശാപം നിസ്സാരമല്ല. അത് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് മേടിച്ചോ, മനസ്സിലായോ? അല്ലാതെ ഇവൻ പറയുന്ന കണക്ക് ഇവനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് പണം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ കർത്താവ് നിന്നെ കാലവാരിയൊന്നും അടിക്കത്തില്ല. കർത്താവിന്റെ വചനത്തിന് വിരോധമായും കർത്താവിന്റെ നാമത്തിന് വിരോധമായും ദൈവനാമത്തെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന ഈ വഞ്ചകന്മാർക്ക് എതിരായും പ്രവർത്തിക്കേണ്ട നിങ്ങൾ അവന്മാർക്ക് സപ്പോർട്ട് ചെയ്ത് ദൈവവചനത്തെ തെരുവിലിട്ട് കച്ചവടം ചെയ്താൽ അതിനുള്ള ശിക്ഷാവിധി നിങ്ങളൊക്കെ ഏറ്റുവാങ്ങിച്ചോളൂ. അതുകൊണ്ട് ബുദ്ധിയുള്ളവരായിരിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, ദൈവകൃപയിലായിരിക്കുക. ഇന്ന് നടക്കുന്ന വഞ്ചനയും അനീതിയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോരുത്തരും സമൂഹത്തിൽ ഉണർന്ന് ചിന്തിക്കുകയും ജാഗരിക്കുകയും ചെയ്യണം. കർത്താവിന്റെ വചനം കച്ചവടം ചെയ്യുവാനുള്ളതല്ല, ദൈവവചനത്തെ വിറ്റ് കാശാക്കാനുള്ളത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെല്ലാം കാട്ടിക്കൂട്ടാം. ഞാൻ 6 വർഷം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ലൈവിൽ വരുന്ന വ്യക്തിയാണ്. ഇവിടെ യെരുശലേമിൽ നടന്നും യെരുശലേമിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റതും കർത്താവിനെ അടക്കം ചെയ്തതും കർത്താവ് ഇരുന്ന് പ്രാർത്ഥിച്ചതുമായ സകല സ്ഥലങ്ങളും ഞാൻ ഈ വൃത്തികെട്ടവന്മാർക്ക് ഇവിടെ വന്ന് ഇതുപോലെ ചെയ്യാനൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ആ കാൽവരി ക്രൂശിന്റെ ആ സ്ഥലത്ത് പോയി നിന്നുകൊണ്ട് പറഞ്ഞേനെ, ഇതോ കർത്താവിന്റെ രക്തം ഒഴുകിയ സ്ഥലം. ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് എന്റെ ദേഹത്തു കൂടി ഇത് ആത്മാവ് പ്രകവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, നിങ്ങൾ കർത്താവിനോട് ഈ സമയത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കിത് അത്ഭുത വിടുതൽ ഇവിടുന്ന് കർത്താവ് ഒഴുക്കിയ രക്തത്താൽ എന്റെ ശരീരത്തോടെ ഇപ്പോൾ ഞാൻ ആ പ്രവാഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപിച്ചെത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിച്ചിട്ട് കർത്താവിന് കൊടുക്ക്, കർത്താവിന് കൊടുക്ക്, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കൊടുക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ പറ്റിച്ച് ഇവിടുന്ന് കാശ് മേടിച്ചാൽ എന്റെ സ്ഥാനത്ത് ഇവന്മാര് വല്ലതും ആയിരുന്നെങ്കിൽ. പക്ഷേ ഞാൻ ഇത്രയും വർഷം ഇവിടെ നിന്നിട്ട് ഞാൻ ആരുടെയും മുമ്പിൽ വന്നിട്ട് എന്ത് ചെയ്തിട്ടില്ല, അഭിനയിച്ചിട്ടില്ല. ആരുടെയും മുമ്പിൽ വന്നിട്ട് ഞാൻ ഓച്ചാനിച്ച് നിന്നിട്ടുമില്ല. എൻ്റെ അധ്വാനത്തിൽ ജീവിക്കുമ്പോഴും ആ അധ്വാനത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടുന്ന സ്ഥലം സമയങ്ങൾ മുഴുവനും പരമാവധി ഞാൻ ഓടി നടന്ന് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ദൈവവേലയ്ക്ക് കൂട്ടു നിൽക്കുന്ന വ്യക്തിയാ. എൻ്റെ അധ്വാനം ഉപയോഗിച്ചിട്ടാ, അല്ല നിങ്ങളുടെ അടുത്തുനിന്നും 5 പൈസ ഞാൻ വാങ്ങിച്ചിട്ടുമില്ല. ഈ ഫേസ്ബുക്ക് പേജിൽ പോലും 5 പൈസ പരസ്യത്തിന്റെ പേരിലോ അല്ലാതെയോ ഒന്നും തന്നെ ഞാൻ കൈപ്പറ്റുന്ന പോലുമില്ല. ഇതാണ് സുവിശേഷീകരണം. ഇതാണ് ദൈവവചനത്തെ കൊടുക്കുന്നവന്റെ ആവേശം എന്ന് പറയുന്നത്. പക്ഷെ ഇത് കർത്താവിനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ വൃത്തികെട്ടവന്മാര് ജനത്തെ പറ്റിച്ച് ഇങ്ങോട്ട് കാശ് മേടിച്ച് അവന്മാർ ജെറ്റ് ഫ്ലൈറ്റുകളിലും ബിസിനസ് ക്ലാസ്സുകളിലും കറങ്ങി നടക്കുകയാണ്. കോടിക്കണക്ക് വീടിന്റെ ആസ്തികൾ ഉണ്ടാക്കുകയാണ്. കോടാനുകോടികൾ ഇവന്മാരുണ്ടാക്കുകയാണ്. സംഘപരിവാറിനെ നിങ്ങൾ കുറ്റം പറയും. അവർ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞുണ്ടാക്കും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഹിന്ദുക്കളെ മതം മാറ്റി വീട്ടാന്തോറും കയറിയിറങ്ങി പാവപ്പെട്ട ഹിന്ദുവിന്റെയൊക്കെ വീടുകളിൽ കയറിയിറങ്ങി സുവിശേഷം എന്നുള്ള പേരിൽ അവരുടെ ഇല്ലായ്മയെ ഫോട്ടോ എടുത്തും ചൂഷണം ചെയ്തും വിദേശ രാജ്യങ്ങൾക്ക് അയച്ചു കൊടുത്ത് അവിടുന്ന് FCR അക്കൗണ്ടുകൾ വഴിക്ക് ഫണ്ടുകൾ കൊണ്ടുവന്ന് ഇവന്മാർ ഉണ്ടാക്കുന്ന സൗദങ്ങൾ എത്രമാത്രം വലുതാണെന്നും ചാരിറ്റിയുടെ മറവിൽ നടത്തുന്ന കൊള്ളകൾ എത്രമാത്രം വലുതാണെന്നും സമൂഹം തിരിച്ചറിയണം. അങ്ങനെ ഈ ഹിന്ദു പാവപ്പെട്ടവരെയാണ് ഇവന്മാർ മുതലെടുക്കുന്നത്. ഈ വ്യാജത്തരത്തെയാണ് സംഘപരിവാർ ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ ഈ ക്രിസ്ത്യാനികൾ ഈ വൃത്തികെട്ടവന്മാർ കാണിച്ച് കർത്താവ് വീട്ടിനെ കാശാക്കുന്നത് പോലും ക്രിസ്ത്യാനിക്ക് വലിയ വിഷയമൊന്നുമില്ല. ക്രിസ്ത്യാനിക്ക് മതം ഉണ്ടാക്കിയാണെങ്കിലും അവന്റെ ക്രിസ്ത്യാനി എന്നുള്ള പേര് നിലനിർത്തി കുറെ ആൾക്കാർ ക്രിസ്ത്യാനിയുടെ മതത്തിൽ കിടക്കണമെന്നേ അവന്റെ ചിന്തയുള്ളൂ. അല്ലാതെ ക്രിസ്ത്യാനി വൃത്തികെട്ടവന്മാർ ചെയ്തു വെക്കുന്ന കൊള്ളരുതായ്മയും കർത്താവിന്റെ നാമത്തെ വിറ്റ് കാശാക്കുന്നൊന്നും ഒരിക്കലും ചോദ്യം ചെയ്യത്തില്ല. അപ്പോൾ സംഘപരിവാർ KP യോഗൻ കേവലം താറാവ് കൃഷി നടത്തിയവനാ. അവന്റെ കയ്യിലുള്ള ആസ്തി എന്ന് പറയുന്നത് ശതകോടീശ്വരനാണ്. അവൻ ശതകോടീശ്വരൻ KP യോഹന്നാൻ. എവിടുന്ന് കിട്ടി ഈ പണം? ഇത് പാവപ്പെട്ട ഹിന്ദുവിനെയെല്ലാം ഉത്തർപ്രദേശിലും അവിടെയും ഇവിടെയെല്ലാം പോയിട്ട് അവന്റെയൊക്കെ പാവപ്പെട്ടവന്റെ ഗ്രാമങ്ങളിൽ കയറി നടന്ന് ഫോട്ടോ എടുത്ത് വിദേശ രാജ്യങ്ങളിൽ കൊടുത്ത് അവരുടെ ഇല്ലായ്മയെ ചൂഷണം ചെയ്തുണ്ടാക്കിയ കാശ.
അതിലാണ് അവൻ വിദേശ രാജ്യങ്ങളിൽ സോളമൻ പാപ്പച്ചൻ ആദ്യം മരിച്ചുപോയ ആ കിളവന്റെ ഫോട്ടോ എടുത്ത് കളഞ്ഞിട്ട് നീ നിന്റെ സ്വന്തം തന്തയുടെ സ്വന്തം ഫോട്ടോ ഇട്ട് പ്രൊഫൈൽ ഇട്ട് വാ. സോളമൻ പാപ്പച്ചനെ ആ മരിച്ചുപോയ കിളവന്റെ ഫോട്ടോ എടുത്തിട്ടിട്ട് വരാതെ നീ സ്വന്തം പ്രൊഫൈൽ ഇട്ടിട്ട് വാ, ഞാൻ മറുപടി നിനക്ക് തരാം. മനസ്സിലായോ? എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ക്രിസ്ത്യാനിയെ വഞ്ചിക്കുകയാണ്, ഹിന്ദുവിനെ വഞ്ചിക്കുകയാണ്. അതുകൊണ്ട് സംഘപരിവാർ രംഗത്തിൽ വന്നത്. മതം മാറ്റാൻ കർത്താവ് ഒരിടത്തും പറഞ്ഞിട്ടില്ല. കാടും മേടും കടന്ന് നിങ്ങൾ അനേകരെ ഈ മതത്തിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇരട്ടിച്ച് നരകയോഗ്യരാക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. നീയൊക്കെ ഇരട്ടി നരകമാവന്മാർക്ക് കൊടുക്കുന്നതെന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവിന് നിന്റെ എന്ത് മതം മാറ്റത്തിലൊന്നും താല്പര്യമില്ല. എങ്കിലും നിങ്ങൾ ഓടി നടന്ന് മതം മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിനെതിരെ നിയമം കൊണ്ടുവരണം. ഈ നിയമം മോദി സർക്കാർ കൊണ്ടുവരുമെന്ന് പറയുമ്പോഴാണ് ക്രിസ്ത്യാനിക്ക് ഇളക്കപ്പെരിപ്പം. അയ്യോ, സംഘപരിവാർ ജീവിക്കാൻ സമ്മതിക്കില്ല. കാര്യമായിപ്പോയി. എടാ, നീയൊന്നും അടിക്കത്തില്ലെങ്കിൽ നിന്നെ ചാട്ടവാറെടുത്ത് അടിക്കാൻ ദൈവം ജാതികളുടെ കൈകളിൽ കൊടുക്കും. RSSന്റെ കയ്യിൽ ദൈവം ചാട്ടവാർ കൊടുക്കും. ദൈവം മോദിയുടെ കയ്യിൽ ചാട്ടവാർ കൊടുക്കും. നേരാവണ്ണം നീയൊന്നും ചാട്ടവാർ എടുത്തിരുന്നെങ്കിൽ ഇതുപോലുള്ള വൃത്തികേടും തെമ്മാടിത്തരവും കാണിച്ച് ജനത്തെ പറ്റിച്ച് കാശാക്കുന്ന ടിനു ജോർജിനെ പോലെയും ജോൺ ദാരുവിനെ പോലെയും തങ്കുവിനെ പോലെയുമുള്ള തെണ്ടികളും ചെറ്റകളും ഇന്ന് സമൂഹത്തിൽ പടർന്നു പന്തലിക്കുന്നതിന് കാരണം ക്രിസ്ത്യാനികളായ മരപ്പൊട്ടന്മാരായ നിങ്ങളും കുറെ ഹിന്ദുക്കളുമാണ് ഇതിന് കാരണം. ഇവന്മാരെ വളർത്തി വലുതാക്കുന്നത്. അപ്പോൾ ഇതുപോലെ വളർത്തി വലുതാക്കുമ്പോൾ എന്ത് സംഭവിക്കും? ക്രിസ്ത്യാനിക്ക് ശോഷണം സംഭവിക്കുകയാണ്. ക്രിസ്തു മതത്തിലേക്ക് ഇവരെ മതപരിവർത്തനം ചെയ്ത് സ്ഥാനപ്പെടുത്തി ക്രിസ്ത്യാനിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ ക്രിസ്ത്യാനിയാക്കിക്കൊണ്ടിരിക്കുന്ന? ഇവന്മാർക്ക് തിന്നണം, ഇവന്മാർക്ക് നല്ല വൃത്തിയാണം പൂട്ടടിക്കണം. അതിനു വേണ്ടിയിട്ടാണ്. അല്ലാതെ ക്രിസ്ത്യാനിക്ക് ഈ പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് നല്ല ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ടില്ല. ഏറ്റവും കൂടുതലും ജാതീയ വർഗീയത ഉണ്ടായി നടക്കുന്നത് ജാതി വേർതിരിവ്. നിങ്ങൾ വിചാരിക്കും ജാതി വേർതിരിവൊക്കെ നിങ്ങൾ വിചാരിക്കും മാറിപ്പോയെന്ന് വിചാരിക്കും. പക്ഷെ ഏറ്റവും കൂടുതലും ജാതീയമായ വേർതിരിവുള്ളത് പെന്തക്കോസുകാരുടെ ഇടയിലാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, പണ്ട് കാലങ്ങളിൽ ജാതിയുടെ പേരിൽ മനുഷ്യനെ മാറ്റിയും വേർതിരിച്ചും കണ്ടുകൊണ്ടിരുന്ന കാലഘട്ടം നിങ്ങൾ മാറിയെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. ഏറ്റവും കൂടുതലും ജാതിക്കളി നടക്കുന്നത് പെന്തക്കോസ് എന്ന് പറയുന്ന വൃത്തികെട്ട സമൂഹത്തിനകത്താണ് നടക്കുന്നത്. നിങ്ങൾക്കത് അറിയാത്തത് കൊണ്ടാ. ഇവന്മാർ ഓടി നടന്ന് വീട്ടാന്തോറും നടന്ന് മതം മാറ്റി കൊണ്ടുവരും. ഈഴവനെ കൊണ്ടുവരും, ചോവനെ കൊണ്ടുവരും, പൊലയനെ കൊണ്ടുവരും, എല്ലാവരെയും കൊണ്ടുവരും, കുറവനെ കൊണ്ടുവരും. അവന്റെ സഭയ്ക്കകത്ത് എല്ലാവരെയും കൊണ്ടുവരും. കൂട്ടത്തിൽ മാർത്തോമയും കാണും, ഓർത്തഡോക്സും കാണും, യാക്കോബറ്റും കാണും, ലാറ്റിൻ കാത്തലിക്കും കാണും. അങ്ങനെ സകലമായ ആൾക്കാരും ഇവന്റെ മതത്തിനകത്ത് കാണും, ഇവന്റെ പെന്തക്കോസ്തിനകത്ത് കാണും. എന്നിട്ട് എന്ത് സംഭവിക്കും? കല്യാണം ആലോചിക്കുമ്പോഴത്തേക്കും മാർത്തോമയിലെ ചെറുക്കനെ ഓർത്തഡോക്സിലെ പെണ്ണിനെ കൊണ്ട് കെട്ടിക്കും. ഓർത്തഡോക്സിലെ ചെറുക്കനെ ഓർത്തഡോക്സിലെ പെണ്ണുണ്ടോ എന്ന് ചോദിക്കും. യാക്കോബറ്റിൽ നിന്നും രക്ഷിക്കപ്പെട്ട് വന്നതാണ്. അതുകൊണ്ട് യാക്കോബറ്റിൽ നിന്നും ഓർത്തഡോക്സിൽ നിന്നും കല്യാണാലോചന ക്ഷണിക്കും. കൂടിപ്പോയ അറ്റ്ലീസ്റ്റ് ലാറ്റിൻ കാത്തലിക് വരെ പോകും. ഈഴവ സമുദായത്തിൽ നിന്നും, കുറവ സമുദായത്തിൽ നിന്നും, പൊലയ സമുദായത്തിൽ നിന്നും ഒരു മാർത്തോമക്കാരൻ പെണ്ണെടുത്ത് കെട്ടുമോ? രക്ഷിക്കപ്പെട്ട് പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞിങ്ങനെ കിടക്കിയ കർത്താവിന്റെ സഭ, കർത്താവ് തൻ ഗംഭീരനാദത്തോടും ഞങ്ങളിപ്പോ പറക്കും എന്ന് പറഞ്ഞ് അതിനകത്ത് കിടക്കുക. അതിനകത്ത് കിടന്നിട്ട് കല്യാണാലോചനയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു കുറവ സമുദായത്തിൽപ്പെട്ട കുഞ്ഞാണെങ്കിലും കുഴപ്പമില്ല, മാർത്തോമക്കാരൻ ഞാൻ കെട്ടിക്കോളാം, ഞാൻ പെന്തക്കോസ്റ്റുകാരനാണെന്നുള്ള പെന്തക്കോസ്റ്റിന്റെ ലേബലിൽ പിന്നെ കെട്ടത്തില്ല. അപ്പോഴും അവന്റെ പഴയ മാർത്തോമയും ഓർത്തഡോക്സും യാക്കോബറ്റും തിരക്ക് ജാതി വേർതിരിവിൽ പോകും. കുറവനെ കെട്ടണം, പൊലയനെ കെട്ടണം. ജാതീയമായ ഏറ്റവും ഭിന്നതയും വേർതിരിവും ഉള്ളത് പെന്തക്കോസ് സഭയ്ക്കകത്താ. പിന്നെ നിങ്ങൾ ഏത് ദൈവത്തെ വിളിക്കാനാ പോയി അവിടെ പോയി കിടക്കുന്നത് എല്ലാവരും? ജനമേ, ഇങ്ങനെ മനുഷ്യൻ വഞ്ചിക്കപ്പെട്ടും മനുഷ്യനെ പറ്റിച്ചും സമൂഹത്തിൽ ഇന്നും ഇവന്മാർ ദൈവത്തെ വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ വ്യാജം പഠിപ്പിച്ചു തരികയാണ്. സത്യമായ സുവിശേഷമോ സത്യമായ വചനമോ ഇവന്മാർക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. കാരണം ഇതെല്ലാം കച്ചവടമാണ്. ജീവിക്കണ്ടേ? വയറ്റുപിഴപ്പല്ലേ? വാച്ചർമാർക്ക് ജോലിക്കും കൂലിക്കും പോകാൻ പറ്റില്ലല്ലോ.
ഇതിനകത്ത് പെട്ടുപോയല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇറങ്ങിപ്പോകാൻ പറ്റാത്തത് കൊണ്ട് ഈ പാവം പിടിച്ച മനുഷ്യർ അതിനകത്ത് എന്നും കുന്നും കിടക്കുകയാണ്. സഭയ്ക്കകത്ത് വലിയക്കാട്ട കസേരയും മേശയൊക്കെ കണ്ടെങ്കിൽ പോലും അച്ചായന്മാരെല്ലാം കയറി അതിനകത്തിരിക്കും കസേരയ്ക്കകത്തൊക്കെ. ഈ കുറവ സമുദായത്തിൽ നിന്നും പൊലയ സമുദായത്തിൽ നിന്നും ഈഴവ സമുദായത്തിൽ നിന്നും ഒക്കെ വന്ന മനുഷ്യരെല്ലാം നിലത്ത് പായിനകത്ത് കുത്തിയിരുന്നോണം കയ്യടിക്കാൻ. അവരെ നിലത്ത് കുത്തിയിരുത്തൊക്കെ കൊണ്ടും കല്ലിഴിക്കാൻ. അങ്ങനെ അത്രത്തോളം ഉച്ചനീചത്വം നടക്കുന്നത് പെന്തക്കോസ് സഭയ്ക്കകത്താണ്. ആരെങ്കിലും തുറന്നു പറയുമോ? ഇതൊക്കെ ആരെങ്കിലും തുറന്നു പറയുമോ? അത്രത്തോളം ജാതി വേർതിരിവ് നടന്നിട്ട് പോലും നിങ്ങൾ ദൈവത്തിന്റെ പേരും പറഞ്ഞ് മറവിൽ അത് നടക്കുന്നത് കൊണ്ട് ഇന്ന് സമൂഹം അത് ചർച്ച ചെയ്യുന്നില്ല. പെന്തക്കോസിനകത്ത് നടക്കുന്ന ഇത്ര വലിയൊരു ഉച്ചനീചത്വവും ജാതി വേർതിരിവും ഉണ്ടായിട്ട് പോലും നിങ്ങൾ ദൈവത്തിന്റെ മറവിൽ അത് ചെയ്യുന്നത് കൊണ്ട് അത് ചർച്ചയാക്കപ്പെടുന്നില്ല. അതാണ് സംഭവിക്കുന്നത്. ഇതുപോലെ രാഷ്ട്രീയപരമായിട്ടാണെങ്കിലോ എന്തോ ഒരു ചർച്ചയായേനെ. ഒരു രാഷ്ട്രീയപരമായിട്ടാണ് ഒരു ഈഴവ സമൂഹത്തിൽപ്പെട്ട സഹോദരനെ, ഒരു പൊലയ സമൂഹത്തിൽപ്പെട്ട സഹോദരനോട് ഇങ്ങനെ സംസാരിച്ചു, അങ്ങനെ പെരുമാറിച്ചു, അയാളെ മാറ്റി നിർത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടാണെങ്കിൽ ഇവിടെ പൊകില് നടന്നേനെ. പക്ഷെ പെന്തക്കോസ് സഭയ്ക്കകത്ത് മാറ്റി നിർത്തിയാലും പ്രശ്നമില്ല. ഞാൻ പോയിക്കൊണ്ടിരുന്ന കൊട്ടിയം AG ചർച്ച് എന്ന് പറഞ്ഞൊരു ചർച്ചുണ്ട്. കൊട്ടിയത്തെ AG ചർച്ച്. ആ ചർച്ചിൽ അജി കെ ജോൺ എന്ന് പറയുന്ന ഒരു പന്നച്ചെറ്റ പാസ്റ്ററായിട്ട് പണിയെടുക്കുന്നുണ്ട്. അവന്റെ പേര് അജി കെ ജോൺ എന്ന. പെണ്ണുപിടിയനാ, മഹാച്ചെറ്റയാ. ആ പെണ്ണുപിടിയൻ പാസ്റ്റർ അവന് ഏത് പെണ്ണിനെ കണ്ടാലും അവന് കൂടെ കിടക്കണം. പലരും ഇത് തുറന്നു പറയുന്നില്ല, അവന്റെ പെണ്ണുപിടിയുടെ സ്വഭാവം. മനസ്സിലായോ? അവന് ഏത് പെണ്ണിനെ കിട്ടിയാലും കൊച്ചു അവന് സഭയിൽ പോകുന്ന കൊച്ചു പെൺപിള്ളാരെ പോലും അവൻ പല പ്രാവശ്യങ്ങളിലും അനാവശ്യമായ പെൺപിള്ളാരുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ട്. കൊച്ചു പെൺപിള്ളാരെ പോലും. അവന്റെ സഭയിലാണ് അവൻ എടുത്തുപയോഗിച്ച ഒരു പെങ്കൊച്ചിനെ ഒരു തുലുക്കന് അവൻ ദാനം കൊടുത്തു. കൊട്ടിയം AG ചർച്ചിലെ അജി കെ ജോൺ എന്ന് പറയുന്ന ഒരു ചെറ്റയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ അവിടെ പാട്ടുപാടുന്ന ഏറ്റവും സുന്ദരിയായ മനോഹരിയായ ഒരു പെങ്കൊച്ചിനെ ഇവനെ കൊണ്ടുവിടത്തോളൂ. സ്കൂളിൽ പോയ അപ്പൻ ഗൾഫിലാ, ഭാര്യയും 2 പെമ്മക്കളെ ഇവന്മാരുടെ കയ്യിലാണ് കൊടുത്തിട്ട് പോകുന്നത്. എല്ലാ സഭയ്ക്കകത്ത് നടക്കുന്ന കോലക്കളികൾ ഇതൊക്കെയാ. അവര് ഗൾഫിൽ പോകുമ്പോഴത്തേക്കും ഭർത്താക്കന്മാരൊക്കെ ഗൾഫിൽ പോയിക്കൊണ്ടും. കാരണം കർത്താവ് രക്ഷിക്കപ്പെട്ട് സഭയ്ക്കകത്ത് വന്ന ഉടനെ ആദ്യത്തെ പ്രൊഫസിയാണ് വിദേശത്ത് കർത്താവ് ജോലിക്ക് വിടും. എന്താ ശ്വാത്രക്കാഴ്ച കിട്ടണ്ടേ നല്ല കട്ടിക്ക്, അതിനു വേണ്ടിയിട്ട്. അങ്ങനെ ഭർത്താവിനെ അങ്ങ് വിട്ടു. ഭർത്താവ് ഗൾഫിൽ പോയി ഭാര്യയും മക്കളെയും പാച്ചന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയി. പാച്ചരെ നോക്കിക്കൊണ്ടേ. പിന്നെ പാച്ചർക്ക് 24 മണിക്കൂറും പാച്ചറിന്റെ വിൻഫീൽഡിനകത്ത് പാച്ചർ കൊണ്ടു നടക്കുന്ന ജോലി. പാച്ചറാണ് സ്കൂളിൽ വിടുന്നത്, പാച്ചറാണ് കോളേജിൽ വിടുന്നത്, പാച്ചറാണ് വീട്ടിലാണ് കിടത്തി ഉറക്കുന്നത്, പാച്ചറിന്റെ വീട്ടിലാണ് എല്ലാം നടക്കുന്നത്. ഇത് ഒരു സഭയിൽ നടക്കുന്ന കാര്യമല്ല പ്രിയ സഹോദരങ്ങളെ. മിക്ക സഭകളിലും ഇത് തന്നെയാണ് നടക്കുന്നത്. പെൺകുട്ടികളെ ചൂഷണം ചെയ്യുകയാണ്. ഇത് മദ്രസകളിൽ നടക്കുന്ന മാത്രം വിഷയങ്ങളല്ല ഞാൻ പറയുന്നത്. എല്ലായിടത്തും ഇതുണ്ട്. ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടണം. ഇതൊക്കെ പൊതുസമൂഹം അറിയണം. അങ്ങനെ ആ പാവം പിടിച്ച പെങ്കൊച്ചിനെ കുറേശ്ശെ ഇവൻ തൊട്ടും തഴുകിയും കെട്ടിപ്പിടിച്ചും ഒക്കെ അവൻ സംസാരിക്കത്തുള്ളൂ. അല്ലാതെ ഇവന് സംസാരം വരത്തില്ല. അവനല്ലാതെ സംസാരിക്കാൻ അറിയത്തില്ല. നിങ്ങൾ വിചാരിക്കുന്ന വാച്ചർമാരെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവന്മാരൊക്കെ ഭയങ്കര ശുദ്ധന്മാരെന്ന വെറും തെണ്ടിത്തരമാണ്. പക്ഷെ പുറത്തു പറയാൻ ക്രിസ്ത്യാനികൾ ദൈവനാമം ദുഷിക്കപ്പെടത്തില്ലേ നമ്മളിതൊക്കെ പുറത്തു പറഞ്ഞാൽ എന്ന് ദൈവനാമത്തിന്റെ പേരിൽ ഇവന്മാരുടെ പോക്കൃത്തനങ്ങളെയാണ് മറച്ചു പിടിക്കുന്നത്. അതാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ ഏറ്റവും സുന്ദരിയായ ഏറ്റവും മനോഹരമായി പാട്ടുപാടുന്ന ഐഡിയ സ്റ്റാർ സിംഗറിൽ വരെ പെൺകുട്ടി പാടാൻ പോയിട്ടുണ്ട്. ആ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്തു പലതവണ. എന്നിട്ടാണ് ഇവൻ എന്ത് ചെയ്തത്? ആ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്യപ്പെട്ടപ്പോഴത്തേക്കും കൊച്ചിന് സുഖം കിട്ടി, കൊച്ചിന് ഇഷ്ടപ്പെട്ടു, കൊച്ചതിനകത്ത് മയങ്ങിക്കിടന്നു. അതുകൊണ്ട് തുലുക്കം കയറി വന്ന് കൊച്ചിനടുത്ത് പ്രപ്പോസ് ചെയ്തപ്പോഴും കൊച്ചിന് സൗന്ദര്യവും ഈ സുഖവുമായിരുന്നു ഏറ്റവും വലുത്. അതിന്റെ ആകർഷണ വലയത്തിൽ വീണുപോയി. ഇന്ന് തുലുക്കന്റെ അപ്പിക്കുപ്പായത്തിൽ കിടക്കുക ആ പെൺകൊച്ച്. എങ്ങനെയുണ്ട്? ഇതൊക്കെയാണ് സഭയ്ക്കകത്ത് നടക്കുന്നത്. പൊതുസമൂഹം ഇത് അറിയുന്നില്ല, ഇത് ചർച്ച. എന്നിട്ടും ഇവന്മാർ ഇന്ന് അവൻ പ്രസ്പിറ്റർ, കൊല്ലം സഭയുടെ പ്രസ്പിറ്റർ, ഈ നാണം കെട്ട ചെറ്റ കൊല്ലം സഭയുടെ AG സഭയുടെ പ്രസ്പിറ്ററായിട്ട് അവൻ പണിയെടുക്കുന്നത്. ഒരിക്കലൊരു ഡോക്ടർ സ്ത്രീയുമായിട്ട് ഇവൻ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ട് പാവം ആ ഡോക്ടർ സ്ത്രീ വന്നിട്ട്
ഇവൻ കാണിച്ച തെമ്മാടിത്തരം വിളിച്ചു പറഞ്ഞപ്പോൾ സഭക്കാരെല്ലാം കൂടി ചേർന്ന് എന്ത് ചെയ്തു? ആ ഡോക്ടർ സ്ത്രീയെ, ഇവൻ ചെറ്റത്തരം കാണിച്ചാലും സഭക്കാരെല്ലാം മൂടിപ്പൊതിയാൻ വേണ്ടി വരുമല്ലോ, ഇവനെ മൂടിപ്പൊതിയാൻ വേണ്ടിയിട്ട് സഭക്കാരെല്ലാം കൂടി. അങ്ങനെ സഭക്കാരെല്ലാം കൂടി ഇവനെ സപ്പോർട്ട് ചെയ്തു. ഡോക്ടർ സ്ത്രീയെ എന്ത് ചെയ്തു? മോശക്കാരിയെ ചിത്രീകരിച്ചു. എന്നാൽ വൃത്തികെട്ട ഈ ചെറ്റയാണ് ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ചത്. പേര് ആർക്കാ? ആ പെങ്കുച്ചിനെ പേര് കിട്ടിയത് ആ ഡോക്ടറിന്. അങ്ങനെ ഇത്രയും കാപാലന്മാരും കാമം പിടിച്ചവന്മാരും സഭയുടെ അധ്യക്ഷസ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുക. എവിടെയാ? ഇതൊന്നും പൊതുസമൂഹം ചർച്ച ചെയ്യുന്നില്ല, പറഞ്ഞു കൊടുക്കത്തില്ല. ആരും സഭയിൽ പുരോഹിതം പാച്ചർമാർ എന്ത് കൂളത്തരവും കാണിച്ചു കഴിഞ്ഞാലും ദൈവനാമം ദുഷിക്കപ്പെടാതിരിക്കാൻ മറച്ചു വെക്കുന്ന വിശ്വാസികളാ. പറയാൻ പോയാൽ എണ്ണി 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 പറയാവുന്ന ഈ ചെറ്റകളുടെ കാര്യം നിങ്ങൾക്കറിയത്തില്ല. അനിൽ കോഴിത്തോട്ടം എന്ന് പറയുന്ന ഒരുത്തൻ, അവൻ പട്ടി ഭോഗിയാ, പട്ടിയുടെ കൂടെ കിടന്ന് ഭോഗിക്കുന്നവനാ, മനസ്സിലായോ? അതുകൊണ്ട് അവൻ ആടിന്റെ കൂടെ ഭോഗിക്കുന്നത് അവന് തെറ്റില്ലാതെ പോയത്. അനിൽ കോഴിത്തീട്ടം എന്ന് പറയുന്ന വാച്ചർ, കൊഴിത്തോട്ടം, അനിൽ കൊടിത്തോട്ടം, അവനെ ഞാൻ കോഴിത്തീട്ടം എന്നാണ് വിളിക്കുന്നത്. ആ ചെറ്റയ്ക്ക് പട്ടിയുടെ കൂടെ ഭോഗിക്കുന്നതിലും തെറ്റില്ല. അവന്റെ വീട്ടിൽ അവൻ പട്ടിയുടെ കൂടെ കിടന്നുറങ്ങുന്നവനാ. അവനാണ് ആട് ജീവിതത്തെ ന്യായീകരിക്കാൻ ഇറങ്ങി വന്നവൻ. ആടിന്റെ കൂടെ ഭോഗിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള രീതിയിൽ അവൻ ആ നോവലിനെ അങ്ങ് പുകഴ്ത്തി വാഴ്ത്തി പാടാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. GPM നല്ല സഭയാണോ? GPM നല്ല സഭയൊന്നുമല്ല. സുഗതം കെട്ടുപൊട്ടി എല്ലാ ചെറ്റത്തരവും എല്ലാ സഭയ്ക്കകത്തും നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കണമോ? നിങ്ങൾ ദൈവത്തോട് പോയി ആരാധിക്കണമോ? അല്ല, നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവ് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് സ്വർഗത്തിലുള്ള പിതാവിനോട് നീ പ്രാർത്ഥിക്കാനാ കർത്താവ് പറഞ്ഞത്. സഭകളിൽ പോകാതിരിക്ക്, പാസ്റ്റർമാരുടെയും പുരോഹിതന്റെയും അടുത്ത് നിങ്ങൾ പോകാതിരിക്ക്. നിങ്ങൾ വീടുകളിൽ അഭയം പ്രാപിക്ക്. നിങ്ങൾ വീടുകളിൽ ഇരുന്നു കൊണ്ട് ശബാത്ത് ഫോളോ ചെയ്യും. ശനിയാഴ്ച ദിവസം നിങ്ങൾ ജോലിക്ക് പോകാതെ ശനിയാഴ്ച ദിവസം വേറിട്ട് കർത്താവുമായി സമയം ചെലവിട്. വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള സമയം ശബാത്തിനെ നിങ്ങൾ ഫോളോ ചെയ്യും. അങ്ങനെ വീടുകളിൽ ദൈവവുമായിട്ടിരിക്കും. എന്തിനാ ഈ സഭയിൽ പോകുന്നേ? എന്തിനാ ഈ പാസ്റ്റർമാരുടെ കീഴിൽ പോകുന്നേ? എന്തിനാ ഈ പുരോഹിതന്മാരുടെ മൂടും താങ്ങി നടക്കുന്നേ? നിങ്ങൾ വീടുകളിൽ നിങ്ങൾ ചെയ്യേ. വീടുകൾ ദൈവവുമായിട്ട് കയറിയിരിക്കും. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അയ്യോ നമ്മൾ സഭയിൽ പോയില്ലെങ്കിൽ പ്രിയ സഹോദരി, പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കുമോ? എടാ, നിന്റെ കുഞ്ഞിന്റെ കല്യാണം രജിസ്റ്റർ മാരേജ് ചെയ്യേ. നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ചിട്ട് അവനെ രജിസ്റ്റർ ചെയ്യിപ്പിച്ചിട്ട് ഒരു ഫംഗ്ഷൻ നടത്ത്, ഒരു റിസപ്ഷൻ നടത്ത്, വളരെ മനോഹരമാക്കി കല്യാണത്തെ. അയ്യോ സഹോദരി, നമ്മുടെ അടക്കുമോ? എടാ, ഗവൺമെന്റ് ശ്മശാനങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അന്തസ്സായിട്ട് അടക്കാൻ ഗവൺമെന്റ് തയ്യാറാ. നിന്റെ ശവം തെരുവിൽ കിടക്കത്തില്ല. അവിടെ മരിച്ചു പോയാൽ നിന്റെ ശവത്തെ ഓർത്ത് നീ എന്തിനാ കരയുന്നേ? മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കിക്കോളും. നീ വിഷമിക്കാതെ ആദ്യം നിന്റെ ആത്മാവിനെ രക്ഷപ്പെടുത്താൻ നോക്ക്. അത് മതി. അല്ലാതെ ഇന്ന് ജീവിച്ചിരിക്കുന്ന സമയത്ത് ആത്മാവിനെ കുറിച്ചുള്ള ഭാരവും ചിന്തയും മനുഷ്യർക്കില്ല. പിന്നെയോ മനുഷ്യർ മുഴുവനും എന്റെ ശവം എവിടെ അടക്കും, എന്റെ മോളുടെ കല്യാണം എവിടെ നടത്തും, എന്റെ മക്കളുടെ വിവാഹം, മക്കൾക്ക് വേണ്ടി ഒരു കാര്യം എന്ന് നടക്കും എന്നുള്ള രീതിയിൽ കിടന്ന് ടെൻഷൻ അടിക്കുക. അതിന് സഭയെ തിരക്കി നടക്കുകയാണ്. നിങ്ങൾ ചെന്ന് വീഴുന്നിരിക്കുന്നത് വലിയൊരു അപകടത്തിലാണ്. രക്ഷപ്പെട്ടു ഓടുവിൻ. സഭയില്ലാതെ പട്ടക്കാരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്നേ. ഇത് നിരീശ്വരവാദികൾ ജീവിക്കുന്നില്ലേ? ദൈവത്തെ അറിഞ്ഞ നിനക്ക് ദൈവത്തെ വിളിച്ചുകൊണ്ട് വീടുകളിൽ ഇരുന്ന് കർത്താവിന്റെ വചനം വായിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞതനുസരിച്ച് ശബത്തും ആചരിച്ചുകൊണ്ട് നിനക്ക് വീടുകളിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാതെ എല്ലാവരുമാരടുത്തും ഓടി നടന്ന് തലയിൽ കൈയും വായിച്ച് വല്ലവന്റെയൊക്കെ ശാപം വാങ്ങിച്ചെടുക്കുന്നതിനേക്കാളും നല്ലതാണ് ഇങ്ങനെ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ബുദ്ധിയുള്ളവരായി ഉണർന്ന് ചിന്തിച്ച് ഈ അന്ത്യകാലഘട്ടത്തിൽ രക്ഷപ്പെടാൻ നോക്ക് പ്രിയ സഹോദരങ്ങളെ, രക്ഷപ്പെടാൻ നോക്ക്. എൻ്റെ ലൈവ് കാണുന്ന എത്രയോ 1000 പേരിന്ന് ശബത്ത് ആചരിച്ചുകൊണ്ട് വീടുകളിൽ ഇരിക്കുന്നെന്നറിയാമോ? ഒരു സഭയിലും പോകുന്നില്ല, ഒരു പട്ടക്കാരടുത്തും പോകുന്നില്ല, ഒരു പാച്ചർമാരുടെ കീഴിലും പോകുന്നില്ല, ഒരു പുരോഹിതന്റെ കീഴിലും പോകുന്നില്ല. അവർക്കൊരു സഭയും വേണ്ട. നിങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാനും നിങ്ങൾ ദൈവവുമായി കണക്ഷൻ ഉണ്ടാകാനും നിങ്ങൾക്ക് സഭയും പട്ടക്കാരും വേണ്ട. നിങ്ങളും ദൈവവുമായൊരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അത് മതി. കർത്താവിന്റെ വചനം വായിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? അത് മതി. ശബാത്തിനെ നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റുമോ? വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ശനിയാഴ്ച വൈകിട്ട് വരെ ദൈവത്തിന്റെ ദിവസം എന്നോർത്തുകൊണ്ട് ഭക്തിയോടുകൂടി ആ ദിവസത്തിൽ ദൈവസന്നിധിയിൽ ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ വീടുകളിൽ? അത് മതി. അങ്ങനെ ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുക. അല്ലാതെ പച്ചറിന്റെ കീഴിൽ പോയാതെ എനിക്ക് പ്രാർത്ഥിച്ചാലേ സ്വർഗത്തിൽ പോത്തുള്ളൂ, പുരോഹിതന്റെ കീഴിൽ പോയി പ്രാർത്ഥിച്ചാലേ സ്വർഗത്തിൽ പോത്തുള്ളൂ എന്ന് വിചാരിച്ചാൽ നീ സ്വർഗത്തിലല്ല, നേരെ നരകത്തിലോട്ട് തള്ളിവിടും നിന്നെ. കാരണം അവിടെയൊന്നും ദൈവമില്ല. അവിടെയെല്ലാം നടക്കുന്നത് മുഴുവനും
ദൈവത്തെ വിറ്റ് കാശാക്കുന്ന ഉടായ്പകൾ അവിടെ നടക്കുന്നത് മുഴുവനും. ദൈവത്തിന്റെ പേരും പറഞ്ഞ് നടക്കുന്ന കുറെ വ്യാജത്തരവും കള്ളത്തരവുമാണ് അവിടെ നടക്കുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അടുത്ത വീഡിയോകളിൽ ഞാൻ പറയാം, ലൈവുകളിൽ വരുമ്പോൾ. ബുദ്ധിയുള്ളവരായിരിക്കുക. ഇതുപോലെ കെണികളിൽ ചെന്ന് അകപ്പെട്ടു പോകരുത്. സമൂഹം നശിച്ച് നാറാണക്കൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ശബാത്തിനെ മുറുകെ പിടിക്കുക. പ്രിയ സഹോദരങ്ങളെ. വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള സമയം നിങ്ങൾ മേശകളിൽ ശബാത്ത് അനുസരിക്കുക, ശബാത്ത് കൂട്. അങ്ങനെ നിങ്ങൾ വീടുകളിൽ അഭയം പ്രാപിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് സത്യം പറഞ്ഞു തരാൻ ഒരുത്തിനും വരത്തില്ലെന്നേ. എല്ലാവർക്കും പണമാവേണം, കാസ്, പണം, തൂട്ട്, മണി അതിനുവേണ്ടി എന്ത് ഊളത്തരവും കാണിക്കും. പാസ്റ്റർമാരെന്നുള്ള പേരിൽ പണിയെടുക്കാതെ വിയർപ്പില്ലാതെ ഒഴുക്കാതെ തിന്നാൻ വേണ്ടി അലിഞ്ഞടക്കുകയാണ്. ദെബോരയായേൽ, ഞാൻ ശബത്ത് ആചരിക്കുവാൻ തുടങ്ങിയ മുതൽ ആത്മീയമായി വളരുവാൻ തുടങ്ങി. ആബയ്ക്ക് നന്ദി. കണ്ടോ? നിങ്ങൾ ശബത്ത് ആചരിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തോട്, നിങ്ങൾ വ്യക്തിപരമായി ദൈവവുമായി അടുക്കാൻ തുടങ്ങും. നിങ്ങൾക്കൊരു പാസ്റ്ററിന്റെ ആവശ്യമില്ല, നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ ഒരുത്തനെ ആവശ്യമില്ല. നിങ്ങളും അപ്പനും തമ്മിൽ ബന്ധം സ്ഥാപിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ നിങ്ങൾ അറയിൽ കിടന്ന് വാതിലടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. അങ്ങനെയാണ് നിങ്ങൾ ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിക്കേണ്ടത്. അതുകൊണ്ട് ശബത്തിനെ മുറുകെ പിടിച്ചുകൊള്ളുക, ദൈവത്തോട് ബന്ധം സ്ഥാപിക്കുക. ഒരു പാസ്റ്ററിന്റെയും പട്ടക്കാരന്റെയും പുറകെ പോകാതെ നിങ്ങളായി ജീവിക്കുക. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വീണ്ടും കാഴ്ചകളും വിശേഷങ്ങളും അറിവുകളും കണ്ടുപിടിത്തരും എല്ലാവർക്കും ലഹിത്രോത്ത്.